നമസ്കാരം. അപ്പോൾ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള 20 ഡേയ്സ് ചാലഞ്ചിന്റെ ഡേ 6 ആണ്. അങ്ങനെ നമ്മൾ 6ാമത്തെ ദിവസത്തിലേക്ക് കടന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു കൺസിസ്റ്റൻസിയോട് കൂടിയിട്ടുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന് കരുതുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ലെവലിൽ പഠനം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രിലിംസ് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിലൊരു സംശയം വേണ്ട. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഡേ 1 മുതൽ കറക്റ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡറിൽ പഠിച്ചു വരിക കേട്ടോ. നമ്മുടെ ഈ നോട്ട്സ്, നമ്മൾ ക്ലാസ് എടുക്കുന്ന നോട്ട്സും അതുപോലെ തന്നെ അതിന്റെ എക്സാം ഒക്കെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും ക്ലാസ് കാണുക, അതിന്റെ നോട്ട്സ് ഒക്കെ വായിക്കുക, അതിനുശേഷം എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് തീർത്തെടുക്കാൻ പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിച്ച് മുന്നേറുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഓരോ കാര്യം പഠിക്കുമ്പോഴും പഴയ കാര്യങ്ങൾ മറന്നു പോകരുത്. അപ്പൊ ഡെയിലി എന്ത് ചെയ്യുക, 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ എന്ത് ചെയ്യുക, നമ്മുടെ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ചാണ്. പല ആളുകളും ജോലിക്കാരാണെങ്കിൽ ഈ പറയുന്ന പോലെ 2-3 മണിക്കൂറൊന്നും റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയാണോ സമയം കിട്ടുന്നത് അതിലൊരു ഭാഗം എന്ത് ചെയ്യുക, റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഓക്കെ, അതായത് നമ്മളിപ്പോ റിവിഷൻ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം പഠിച്ച കാര്യങ്ങളെല്ലാം അതേപോലെ ഇരുന്ന് വായിക്കലല്ല. നമുക്ക് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എപ്പോഴും തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ, കൺഫ്യൂഷൻ ആകുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, ഡെയിലി ഇങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ട് വരിക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പരീക്ഷയിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ എന്ത് ചെയ്യാം, സംശയമില്ലാതെ ഉത്തരത്തിലോട്ടേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അവിടെ സവിശേഷത ഉള്ളതാണോ അല്ലാത്തതാണോ എന്നൊക്കെ വരുമ്പോൾ അവിടെ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യുക. കാരണം നമ്മൾ ഈ ഓപ്ഷൻസ് ഒക്കെ വായിച്ചു കഴിഞ്ഞ് ആൻസർ കറപ്പിക്കാൻ നേരത്തെ ചിലപ്പോൾ നമ്മൾ സവിശേഷത ഏതൊക്കെയാണെന്ന് വെച്ചിട്ടായിരിക്കും കറപ്പിക്കുക. അപ്പൊ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ചോദിക്കുന്നത് എന്ന ഭാഗം കറക്റ്റ് ആയിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ കറപ്പിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത ഭാഗം നോക്കൂ. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇവിടെ എന്താ ചോദിക്കുന്നത്, സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ടോപ്പിക് വന്നിട്ടുള്ളത് നമ്മുടെ സിലബസിൽ പറയുന്ന പ്രകാശവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്, ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ പറയുന്നില്ലെങ്കിലും ഈ ഒരു ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതിൽ വന്നിട്ടുള്ളതാണ് സമതല ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സമതല ദർപ്പണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിനുശേഷം ഇതിലുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ സമതല ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ, അതെന്താണ്, ഒരു സമതല ദർപ്പണത്തിന്റെ ഉദാഹരണമാണ് അല്ലെ. എന്താ അതിന്റെ പ്രത്യേകത അല്ലെ, നമ്മളിപ്പോ എന്താണോ കാണുന്നത് അത് തന്നെയായിരിക്കും അതിലെ പ്രതിബിംബം രൂപപ്പെടുന്നത് അല്ലെ. അതായത് നമ്മളിപ്പോ മുഖം നോക്കുന്ന സമയത്ത് നമ്മുടെ അതേ വലുപ്പത്തിലുള്ള ആ ഒരു പ്രതിബിംബമായിരിക്കും അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് വസ്തുവിന്റെ വലുപ്പവും അതുപോലെ തന്നെ പ്രതിബിംബത്തിന്റെ വലുപ്പവും എന്തായിരിക്കും, ഇതില് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഇതില് ഒരു പ്രതിഭാസം കൂടിയുണ്ട്. എന്താണെന്ന് അറിയാമോ അത് പാർഷിക വിപര്യം എന്ന് പറയും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലെ. നമ്മളിപ്പം കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് വലത് കൈ പൊന്തിക്കുന്ന സമയത്ത് നമുക്ക് ആ കണ്ണാടിയിലൂടെ എങ്ങനെയാ കാണാൻ പറ്റുന്നത്, ഇടത് കൈ പൊന്തിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അല്ലെ. ആ ഒരു പ്രതിഭാസത്തെയാണ് എന്തെന്ന് പറയുന്നത്, പാർഷിക വിപര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സമതല ദർപ്പണത്തിന്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളെ പറ്റിയിട്ട്. അതിൽ ആദ്യത്തെ തന്നെ പറയുന്നത് എന്താ, പ്രതിബിംബത്തിന് പാർഷിക വിപര്യം സംഭവിച്ചിരിക്കും. എന്താണ് അപ്പൊ പാർഷിക വിപര്യം എന്ന് പറഞ്ഞാല്, അതായത് സമതല ദർപ്പണത്തില് വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായിട്ടും അതുപോലെ വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായിട്ട് കാണാം. ആ ഒരു പ്രതിഭാസത്തെയാണ് എന്തെന്ന് പറയുന്നത്, പാർഷിക വിപര്യം എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളിപ്പോ വലത് കൈ പൊന്തിച്ചു കഴിഞ്ഞാൽ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് എന്താണ്, അത് ഇടത് കൈ പൊന്തിച്ചതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക അല്ലെ. അപ്പം അതാണ് പറയുന്നത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പാർഷിക വിപര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തിന്റെ പ്രത്യേകതയാണ്, സമതല ദർപ്പണങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്, സമതല ദർപ്പണത്തില് വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും അതുപോലെ ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഓക്കെ, ഇവിടെ ദൂരം, അതായത് വസ്തുവിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും അതുപോലെ തന്നെ ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എന്താണ്, തുല്യമായിരിക്കും. അതുപോലെ തന്നെ അടുത്തൊരു സവിശേഷത നോക്കാം. സമതല ദർപ്പണത്തില് വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും അല്ലെ. നമ്മളിപ്പോ കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ അതേ വലിപ്പം തന്നെയല്ലേ അതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ ചെറുതോ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതോ ഒന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അവിടെ മനസ്സിലാക്കുക, അവിടെ എന്താ, വസ്തുവിന്റെ വലുപ്പവും പ്രതിബിംബത്തിന്റെ വലുപ്പവും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ഇതാണ് സമതല ദർപ്പണത്തിന്റെ പ്രത്യേകതകളായിട്ട്, സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ഒന്ന് പറഞ്ഞത് പ്രതിബിംബത്തിന് പാർഷിക വിപര്യം സംഭവിച്ചിരിക്കും. രണ്ടാമത് എന്താ
പറഞ്ഞത്? സമതല ദർപ്പണത്തില് വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും അതുപോലെ തന്നെ ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും. അതുപോലെ തന്നെ വസ്തുവിന്റെ വലുപ്പവും നമ്മൾ ഈ പറയുന്ന പ്രതിബിംബത്തിന്റെ വലുപ്പവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് സമതല ദർപ്പണത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ എന്താ പറഞ്ഞത് ക്വസ്റ്റ്യനില്? സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചത് അല്ലെ? നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. ഇതെന്താ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ? അടുത്ത് പറയുന്നു പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുത്. അത് തെറ്റാണ് അല്ലെ? നമ്മൾ പറഞ്ഞു പ്രതിബിംബത്തിന്റെ വലിപ്പവും വസ്തുവിന്റെ വലിപ്പവും എന്താണ്? സെയിം ആണ്. അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത് പറയുന്നു പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലവും വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും എന്താണ്? തുല്യമാണ് എന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ ഈ ഒരു പ്രസ്താവനയും എന്താണ്? തെറ്റായിട്ടുള്ളതാണ്. അടുത്ത് നോക്കാം. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് അല്ലെ? ഇത് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ഇവിടെ ചോദിച്ചത് മനസ്സിലാക്കണം. ഇവിടെ എന്താ ചോദിച്ചത്? സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചത് അല്ലെ? അപ്പൊ ഏതൊക്കെയാ വരിക? ഈ 2ഉം 3ഉം. അപ്പൊ ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മളിപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ സവിശേഷത ഏത് എന്നുള്ള രീതിയിൽ നമ്മൾ കറപ്പിക്കും. അപ്പൊ ഏതാ കറപ്പിക്കുക? 1ഉം 4ഉം ഒരു ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് പോയി കറപ്പിക്കും. അപ്പൊ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് തെറ്റാതെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ദർപ്പണവുമായി ബന്ധപ്പെട്ട് ഇനി ചോദിക്കാനുള്ള സാധ്യതയുള്ള 1-2 കാര്യങ്ങൾ കൂടി പറയാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഏതാ? സമതല ദർപ്പണത്തെ പറ്റിയിട്ടാണ് അല്ലെ? ഇനി ഇതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് കോൺവെക്സ് ദർപ്പണങ്ങളുണ്ട്, അതുപോലെ തന്നെ കോൺകേവ് ദർപ്പണങ്ങളും. അതെവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതും പരീക്ഷയിൽ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കോൺവെക്സ് ദർപ്പണങ്ങൾ നോക്കാം. ഈ കോൺവെക്സ് ദർപ്പണത്തിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ചെറിയ പ്രതിബിംബങ്ങളാണ് രൂപീകരിക്കുന്നത്. ഓക്കെ, അതിലൂടെ കിട്ടുന്ന പ്രതിബിംബങ്ങളുടെ വലിപ്പം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ചെറുതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺവെക്സ് ദർപ്പണങ്ങളിൽ രൂപപ്പെടുന്ന പ്രതിബിംബങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? ചെറുതായിരിക്കും. അതുപോലെ തന്നെ മിഥ്യാ പ്രതിബിംബങ്ങളായിരിക്കും അതിലൂടെ ഉണ്ടാകുന്നത്. ആ 2 കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കാം. കോൺവെക്സ് ദർപ്പണങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലുണ്ടാവുന്ന പ്രതിബിംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വസ്തുവിനേക്കാളും ചെറുതായിരിക്കും. അതുപോലെ തന്നെ മിഥ്യാ പ്രതിബിംബങ്ങളായിരിക്കും ഇതിൽ രൂപപ്പെടുന്നത്. ഓക്കെ, ആ 2 കാര്യം അവിടെ ഓർത്തു വെക്കുക. ഇനി അടുത്തത് കോൺകേവ് ദർപ്പണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അവിടെയുള്ള പ്രതിബിംബങ്ങൾ എങ്ങനെയാണ് അവിടെയുള്ളത്? യഥാർത്ഥ പ്രതിബിംബങ്ങളും അതുപോലെ തന്നെ മിഥ്യാ പ്രതിബിംബങ്ങളും അതിലുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള ഈ പ്രതിബിംബത്തിന്റെ വലുപ്പം നോക്കുകയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്? വസ്തുവിനേക്കാൾ വലുതായിരിക്കും. ഓക്കെ, അതായത് നമ്മൾ കോൺവെക്സിൽ പറഞ്ഞത് പ്രതിബിംബത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതായിരിക്കും എന്നാ പറഞ്ഞത്. കോൺകേവിൽ എങ്ങനെയാ പറഞ്ഞത്? അവിടെ ഉണ്ടാവുന്ന പ്രതിബിംബത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ വസ്തുവിനേക്കാളും വലുതായിട്ടായിരിക്കും കാണുക. ഓക്കെ, പിന്നെ ഇവിടെ ഉള്ളത് മിഥ്യാ പ്രതിബിംബവും അതുപോലെ തന്നെ യഥാർത്ഥ പ്രതിബിംബവും ഒക്കെ എവിടെ രൂപീകരിക്കാറുണ്ട്? കോൺകേവ് ദർപ്പണങ്ങളിൽ രൂപീകരിക്കാറുണ്ട്. അത്രയും കാര്യം അവിടെ ഓർത്തു വെക്കുക. ഇനി ഇത് എവിടേക്കാണ് ഉപയോഗിക്കുന്നത് എന്നും കൂടി ഒന്ന് ഓർത്തു വെക്കണം. പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. നമുക്ക് ആദ്യം കോൺവെക്സ് ദർപ്പണങ്ങൾ എവിടേക്കാ വരുന്നത് നോക്കാം. ഒന്നാമത്തത് പറയുന്നത് റിയർ അല്ലെങ്കിൽ സൈഡ് വ്യൂ മിറർ ആണ്. നമ്മുടെ വാഹനങ്ങളിലൊക്കെ അല്ലെ, വാഹനങ്ങളില് സൈഡ് വ്യൂ മിററിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ദർപ്പണങ്ങളാണ്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ വാഹനങ്ങളിൽ ഉള്ള മിറർ ഉണ്ടല്ലോ, അവിടെ ഉപയോഗിക്കുന്നത് സൈഡിലുള്ള മിറർ ഉണ്ടല്ലോ, അത് അവിടെ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ദർപ്പണങ്ങളാണ് അല്ലെ? അവിടെ എന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന പോലെ കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്? എന്തായിരിക്കും? നമുക്ക് പിന്നിലുള്ള വാഹനങ്ങളൊക്കെ അല്ലെ മാക്സിമം അതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ നമ്മുടെ വാഹനത്തിന്റെ ഇപ്പം മിറർ ആണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ബാക്കിൽ വരുന്ന വണ്ടികളിലെ നമുക്കറിയാം ഇതിന്റെ പ്രത്യേകത എന്താണ്? പ്രതിബിംബത്തിന്റെ വലിപ്പം ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം വാഹനങ്ങളെ ഇതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് പിന്നിൽ വരുന്ന മാക്സിമം വാഹനങ്ങളെ നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കും അല്ലെ? കാരണം പറഞ്ഞത് എന്താ? പ്രതിബിംബത്തിന്റെ വലിപ്പം കുറവാണ്. അതുകൊണ്ട് മാക്സിമം വാഹനങ്ങൾ ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ വാഹനങ്ങളുടെ സൈഡ് വ്യൂ മിററിൽ ഏത് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ റോഡിലൊക്കെ വളവുള്ള സമയത്ത് അവിടെയും ഒരു ദർപ്പണങ്ങൾ വെക്കാറുണ്ട് അല്ലെ? അവിടെ ഉപയോഗിക്കുന്നത് ഏത് തന്നെയാണ്? കോൺവെക്സ് ദർപ്പണങ്ങളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതായത് റോഡിന്റെ ഒക്കെ വളവ് ഭാഗത്തായിട്ട് വലിയ ദർപ്പണങ്ങളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അവിടെ എന്താണ് ഇങ്ങനെ കോൺവെക്സ് ദർപ്പണങ്ങൾ കൊടുക്കാനുള്ള കാരണം? അവിടെ ഈ പറയുന്ന പോലെ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കാനാണ്. അതുപോലെ തന്നെ തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടർ ആയിട്ടും ഏത് ഉപയോഗിക്കാറുണ്ട്? കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് 3 പഠിച്ചു വെച്ചേക്കുക. പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. കോൺവെക്സ് ദർപ്പണങ്ങൾ എവിടെ
എവിടൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന്. ഒന്നാമത് നമ്മൾ പറഞ്ഞു ഏതാണ്, നമ്മുടെ സൈഡ് വ്യൂ, വാഹനങ്ങളിലുള്ള സൈഡ് വ്യൂ മിററിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണങ്ങളാണ്. അതുപോലെ തന്നെ റോഡിന്റെ വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ ദർപ്പണങ്ങളിലെ അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്, കോൺവെക്സ് ദർപ്പണങ്ങളാണ്. അതുപോലെ തന്നെ തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നതും ഏതാണ്, കോൺവെക്സ് ദർപ്പണങ്ങളാണ്. ഓക്കെ, നമ്മൾ പഠിച്ചു കോൺവെക്സ് ദർപ്പണത്തിന്റെ പ്രത്യേകത എന്താണ്, ചെറിയ പ്രതിബിംബമാണ്, അതായത് വസ്തുവിനേക്കാളും ചെറിയ പ്രതിബിംബമായിരിക്കും അതില് രൂപപ്പെടുന്നത്. ഓക്കെ, കോൺകേവ് ആണെങ്കിലോ അവിടെ വലുതായിരിക്കും, വസ്തുവിനേക്കാളും വലിയ പ്രതിബിംബങ്ങളായിരിക്കും കോൺകേവ് ദർപ്പണങ്ങളിൽ രൂപപ്പെടുന്നത്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗം ചോദിച്ചു കഴിഞ്ഞാല് ഒന്നാമത് ഷേവിംഗ് മിററിലൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്, കോൺകേവ് ദർപ്പണങ്ങളാണ്. അല്ലെ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അവിടെ വലിയ രൂപത്തിലാണ് അല്ലെ, അതായത് നമ്മൾ കാണുന്ന വസ്തുവിനേക്കാളും വലുതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക, കോൺകേവ് ദർപ്പണത്തിൽ കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ മേക്കപ്പ് മിറർ ഒക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെയൊക്കെ വലിയ രൂപത്തിലാണ് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ, അതായത് വസ്തുവിനേക്കാളും വലിയ പ്രതിബിംബമാണ് ഈ ഒരു കോൺകേവ് ദർപ്പണത്തിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്ന കണ്ണാടി. സ്വാഭാവികമായിട്ടും അവർക്കത് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ലെൻസ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദർപ്പണങ്ങളൊക്കെ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക കോൺകേവ് ദർപ്പണങ്ങൾ എവിടേക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാല് ഷേവിംഗ് മിററില്, അതുപോലെ തന്നെ മേക്കപ്പ് മിററില്, അതുപോലെ ദന്ത ഡോക്ടർമാർ ഉപയോഗിക്കുന്ന കണ്ണാടികളില്, അതിലൊക്കെ ഉപയോഗിക്കുന്ന ദർപ്പണം ചോദിച്ചാൽ അതേതാണ്, കോൺകേവ് ദർപ്പണമാണ്. ഓർത്തുവെക്കണേ, കൃത്യമായിട്ട് ഓർത്തുവെക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഗോളീയ ദർപ്പണത്തില് വക്രത ആരം 6ഉം ഫോക്കസ് ദൂരം F ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യം എന്ത്? എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് ദർപ്പണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോബ്ലംസ് ആണ് ഈ ഒരു ഭാഗത്തുനിന്ന് വരാറുള്ളത്. അതായത് F ഉണ്ട്, അതുപോലെ തന്നെ ആറും. നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നോക്കുന്നില്ല. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ദൂരാണ്, അതായത് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരാണ്. ആർ എന്ന് പറയുന്നത് ദർപ്പണത്തിന്റെ വക്രത ആരമാണ്. ഇവർ തമ്മിലുള്ള ബന്ധം ചോദിച്ചു കഴിഞ്ഞാല് എഫ് സമം അഥവാ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വക്രത ആരത്തിന്റെ പകുതിയായിരിക്കും. ഈ ഒരു ഇക്വേഷൻ അങ്ങ് കാണാതെ പഠിച്ചു വെച്ചേക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഒരുപാട് പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. എന്താ പറഞ്ഞത്? ഫോക്കസ് ദൂരം അഥവാ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വക്രത ആരത്തിന്റെ പകുതിയായിരിക്കും. വക്രത ആരം എന്ന് പറഞ്ഞാൽ എന്താ? 6 കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. r/2 അതാണ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വക്രത ആരം ബൈ പകുതി, അല്ലെങ്കിൽ വക്രത ആരം ബൈ 2 ആണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഇത് പ്രോബ്ലം ആയിട്ട് ചോദിക്കട്ടോ. ചിലപ്പോ ഇങ്ങനെ ചോദിക്കും, ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് 40 ആണെങ്കിൽ ആർ എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമുക്കറിയാം എഫ് എന്ന് പറഞ്ഞാല് r/2 ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നത് എഫ് എന്ന് പറയുന്നത് 40 ആണ്, ആറ് നമുക്കറിയില്ല, r/2 എന്ന് കൊടുക്കാം. അപ്പൊ 6 എന്ന് പറഞ്ഞാൽ എന്താ? 40നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി, 80. ഓക്കെ, അതുപോലെ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പം 6 അതായത് വക്രത ആരം എന്ന് പറഞ്ഞുകൊണ്ട് 80 തരും. അങ്ങനെയാണെങ്കിൽ ഫോക്കസ് ദൂരം എത്രയാന്ന് ചോദിക്കും. അപ്പൊ നമുക്കറിയാലേ എഫ് എന്ന് പറഞ്ഞാൽ എന്താ? r/2 ആണ്. ഇവിടെ ക്വസ്റ്റ്യനില് 80 ആണ്, 80/2. അപ്പൊ എത്ര കിട്ടും? 40. അപ്പൊ 40 ആയിരിക്കും ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, ഫോക്കസ് ദൂരം, ദർപ്പണങ്ങളുടെ ഫോക്കസ് ദൂരം എന്ന് പറഞ്ഞാല് ദർപ്പണത്തിന്റെ വക്രത ആരത്തിന്റെ പകുതി ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കാട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യന് നമ്മുടെ സൗരയൂഥവുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ? മംഗൾയാൻ ആണ് അല്ലെ? മംഗൾയാൻ ആണ് ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഒരു ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. 5ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഓർമ്മയില്ല. അതിൽ കൃത്യമായിട്ട് സൗരയൂഥവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, മംഗൾയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൊവ്വ പര്യവേഷണവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ സൗര പര്യവേഷണം, സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വിക്ഷേപിച്ചതാണ് ഏത്? ആദിത്യ L1 എന്ന് പറയുന്നത്. ഒരുപാട് തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ദൗത്യമാണ് ഏതെന്ന് പറയുന്നത്? ആദിത്യ L1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നുണ്ട് അല്ലെ, മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു പദ്ധതി ഉണ്ട്. ഏതായിരുന്നു അത്? ഗഗൻയാൻ അല്ലെ? ബഹിരാകാശ പര്യവേഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ദൗത്യമാണ് ഏത്? ഗഗൻയാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തു വെച്ചേക്കാം.
ചൊവ്വ പര്യവേഷണം ചോദിച്ചാൽ അതേതാണ്? മംഗൾയാനാണ്. സൗര പര്യവേഷണം അഥവാ സൂര്യനെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏതാണ്? ആദിത്യ L1 ആണ്. അതുപോലെ തന്നെ മനുഷ്യനെ ഈ പറയുന്ന പോലെ ബഹിരാകാശത്ത് എത്തിക്കുക എന്ന ദൗത്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഏത്? ഗഗൻയാൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമുക്കറിയാം ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? വിക്രം സാരാഭായി ആണ്. ആരാണ്? വിക്രം സാരാഭായി. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായി. അദ്ദേഹത്തിന്റെ പേരിലാണ് ഏതറിയപ്പെടുന്നത്? നമ്മുടെ തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ഏതാണ്? VSSC അഥവാ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയാന്റെ ലാൻഡറിന്റെ പേര് വിക്രം എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അതൊക്കെ അദ്ദേഹത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ആ പേരൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആരെന്ന് പറയുന്നത്? വിക്രം സാരാഭായ്. ഓക്കെ, ഇനി നമുക്ക് ചന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ചന്ദ്രയാത്രകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത്. നമുക്ക് നോക്കാം. നമുക്കറിയുന്ന ഒരു കാര്യമാണ് അല്ലെ, ആദ്യമായിട്ട് ചന്ദ്രനിൽ എത്തിയ ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരുവിധം എല്ലാവർക്കും അറിയും. ആരൊക്കെയായിരുന്നു അത്? നീൽ ആംസ്ട്രോങ്ങും അതുപോലെ തന്നെ എഡ്വിൻ ആൾഡ്രിനും. ഓക്കെ, ആരൊക്കെയായിരുന്നു? നീൽ ആംസ്ട്രോങ്ങും അതുപോലെ തന്നെ എഡ്വിൻ ആൾഡ്രിനും അല്ലെ. ഏതായിരുന്നു ആ ദിവസം? 1969 ജൂലൈ 21 അല്ലെ. 1969 ജൂലൈ 21 അന്നാണ് ആരൊക്കെ പോകുന്നത്? നീൽ ആംസ്ട്രോങ്ങും അതുപോലെ തന്നെ എഡ്വിൻ ആൾഡ്രിനും നമ്മുടെ നാസയുടെ അപ്പോളോ 11 എന്ന് പറയുന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലൂടെ അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെ അവരുടെ പേടകം നിയന്ത്രിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അധികം ആളുകൾക്കൊന്നും കിട്ടാത്തതാണ്. അദ്ദേഹത്തിന്റെ പേരെന്താ? മൈക്കിൾ കോളിൻസ് ആണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്ക, പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന അപ്പോളോ 11 എന്ന് പറയുന്ന ആ ഒരു പേടകത്തെ നിയന്ത്രിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? മൈക്കിൾ കോളിൻസ് ആണ്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, ആരൊക്കെയാണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ എത്തിയത് എന്ന് ചോദിച്ചാൽ അതാരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ആണ്. 1969 ജൂലൈ 21 അവരുടെ ആ ഒരു പര്യവേഷണ പേടകം ചോദിച്ചാൽ അതേതാണ്? അപ്പോളോ 11 ആണ്. അതുപോലെ അപ്പോളോ 11 അല്ലെങ്കിൽ അപ്പോളോ 11 നിയന്ത്രിച്ചിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേരെന്താണ്? മൈക്കിൾ കോളിൻസ് ആണ്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ അവിടെ ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ചോദിച്ചാൽ അതേതാണ്? അത് സ്പുട്നിക് 1 ആണ് കേട്ടോ. അതായത് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? സ്പുട്നിക് 1 ആണ്. 1957 ഒക്ടോബർ 4 എന്ത് ചെയ്യുന്നത്? ഇത് വിക്ഷേപിക്കുന്നത് ആരാണ്? സോവിയറ്റ് യൂണിയൻ ആണ് അല്ലെ. സോവിയറ്റ് യൂണിയൻ ആണ് ഇത് വിക്ഷേപിക്കുന്നത് 1957 ഒക്ടോബർ 4 കേട്ടോ. ഓർത്ത് വെച്ചേക്കണേ, ഇത് വർഷം ഓർത്ത് വെച്ചേക്കാം. അതൊക്കെ നമ്മുടെ SCRT ഫാക്ട് ആണ്. 1957 സ്പുട്നിക് 1 അതായത് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ്. നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതായിരുന്നു? ആര്യഭട്ടയാണ് അല്ലെ. ആര്യഭട്ടയാണ്. 1975 അത് വിക്ഷേപിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് കേട്ടോ. ഒക്ടോബർ 4 മുതൽ ഒക്ടോബർ 10 വരെയാണ് ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. ഓർത്തു വെച്ചേക്കണേ, ഒക്ടോബർ 4 മുതൽ. നമുക്കറിയാലേ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചത് എന്നാണ്? ഒക്ടോബർ 4 1957. ആ ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് അവിടെ ഓർത്തു വെച്ചേക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് നമ്മുടെ ചന്ദ്രയാൻ 1, 2 അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് വിക്ഷേപിച്ചിട്ടുള്ള ചന്ദ്രയാൻ 3യും. നമുക്ക് നോക്കാം. ചന്ദ്രയാൻ 1 എന്നാണ് വിക്ഷേപിക്കുന്നത് എന്ന് ചോദിച്ചാല് 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. അപ്പൊ അവിടുന്ന് ചോദിക്കാൻ സാധ്യത ഉള്ളത് ഈ ഒരു വിക്ഷേപിച്ച ഡേറ്റ് ആണ് 2008 ഒക്ടോബർ 22 അപ്പൊ നമ്മുടെ ചന്ദ്രയാൻ അല്ലെ, ചന്ദ്രയാൻ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അതിൽ ആദ്യത്തേത് ചന്ദ്രയാൻ 1 എന്നാണ് വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചാൽ അത് എന്നാണ്? 2008 ഒക്ടോബർ 22 എന്നാണ്. 2008 ഒക്ടോബർ 22. ഓക്കെ, എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് അല്ലെ. അതുപോലെ ചന്ദ്രയാൻ 2 എന്നാണ് വിക്ഷേപിക്കുന്നത്. അത് 2019 ജൂലൈ 22 ഓർത്തു വെച്ചേക്കണേ. 2019 ആദ്യത്തേത് 2008. അത് കഴിഞ്ഞിട്ട് 2019 ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത്. 2019 ജൂലൈ 22. ഇനി ചന്ദ്രയാൻ 3 ഇത് ചോദിക്കാൻ 100% സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചാൽ 2023 ജൂലൈ 14.
ഓക്കെ. അതുപോലെ തന്നെ 2023 ഓഗസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓഗസ്റ്റ് 23 അത് ചന്ദ്രോപരിതലത്തിൽ അതിന്റെ ലാൻഡർ ഇറക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മനസ്സിലാക്കി വെക്കുക. ചന്ദ്രയാൻ 3 എന്നാണ് വിക്ഷേപിക്കുന്നത് എന്ന് ചോദിച്ചാൽ 2023 ജൂലൈ 14 എന്നാണ് 2023 ജൂലൈ 14. അപ്പൊ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ചന്ദ്രയാൻ 1 നമ്മൾ എന്താ പറഞ്ഞത്, 2008 അല്ലെ, 2008. ചന്ദ്രയാൻ 2 ആണെങ്കിലോ 2019. ചന്ദ്രയാൻ 3 ആണെങ്കിലോ എന്നായിരുന്നു, 2023 ജൂലൈ 14. ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് കൃത്രിമ ഉപഗ്രഹങ്ങൾ നോക്കാം, അതിന്റെ ഉപയോഗങ്ങൾ. അപ്പൊ വിക്ഷേപിച്ചിട്ടുള്ള കൃത്രിമ ഉപഗ്രഹം ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങളും അതിന്റെ ലക്ഷ്യങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാണ് ഇൻസാറ്റ്. ഇൻസാറ്റിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിക്ഷേപിച്ചിട്ടുള്ള ഒരു കൃത്രിമ ഉപഗ്രഹമാണ് ഏത്, ഇൻസാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസാറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം. എന്താണ്? വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്ത്യ വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ടിട്ട് വിക്ഷേപിച്ചിട്ടുള്ള ഒരു കൃത്രിമ ഉപഗ്രഹമാണ് ഏത്, ഇൻസാറ്റ് എന്ന് പറയുന്നത്. പിന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അതേതാ, എഡ്യൂസാറ്റ് ആണ് അല്ലെ. നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ കിട്ടും. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കൃത്രിമ ഉപഗ്രഹം ചോദിച്ചാൽ അതേതാണ്, എഡ്യൂസാറ്റ് ആണ്. അതുപോലെ തന്നെ ഗതി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃത്രിമ ഉപഗ്രഹം ഉണ്ട്. അതേതാണ്, IRNSS ആണ്. IRNSS ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതെന്താ, ഗതി നിർണയ കൃത്രിമ ഉപഗ്രഹമാണ്. അതുപോലെ ഭൗമ നിരീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ചോദിച്ചാൽ അതേതാണ്, കാർട്ടോസാറ്റ് ആണ്. എന്താണ്, കാർട്ടോസാറ്റ്. ഇതൊക്കെ നമ്മുടെ പുതിയ SCRT-യിലുള്ള കാര്യങ്ങളാണ്. പഠിക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാട്ടോ, ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. അപ്പൊ ഭൗമ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന കൃത്രിമ ഉപഗ്രഹം ചോദിച്ചാൽ അതേതാണ്, കാർട്ടോസാറ്റ് ആണ്. ഇനി ജ്യോതിശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് വരുന്നത് ആസ്ട്രോസാറ്റ് അല്ലെ. അതൊക്കെ നമുക്ക് കിട്ടും. ജ്യോതിശാസ്ത്ര പഠനം എന്ന് പറയുമ്പോൾ തന്നെ ആസ്ട്രോസാറ്റ് ആണ്. ഇനി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് GSAT-7ഉം എമിസാറ്റും. ഇത് പഠിച്ചു വെച്ചേക്കുക, ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളതാണ്. അപ്പൊ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിക്ഷേപിച്ചിട്ടുള്ള കൃത്രിമ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്, GSAT-7ഉം അതുപോലെ തന്നെ എമിസാറ്റും. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്, വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ടത് ഏതാണ്, ഇൻസാറ്റ്. വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ടത് ഇൻസാറ്റ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് എഡ്യൂസാറ്റ്. അതുപോലെ ഗതി നിർണയവുമായി ബന്ധപ്പെട്ടതോ IRNSS ആണ് അല്ലെ. ഗതി നിർണയവുമായി ബന്ധപ്പെട്ടത് IRNSS ആണ്. അതുപോലെ ഭൗമ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏതാണ്, അത് കാർട്ടോസാറ്റ് ആണ്. അപ്പൊ ഭൗമ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കാർട്ടോസാറ്റ്. ജ്യോതിശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണെങ്കിലോ അത് ആസ്ട്രോസാറ്റ് ആണ്. പിന്നെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് GSAT-ഉം GSAT-7ഉം അതുപോലെ എമിസാറ്റും. ഓക്കെ, അത്രയും അവിടെ ഓർത്തു വെച്ചേക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓക്കെ, അപ്പൊ താപപ്രേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 രീതികളുണ്ട്. അപ്പൊ ആദ്യം അത് മനസ്സിലാക്കണം. അതായത് താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നത് 3 രീതികളിലാണ്. അതിൽ ഒന്നാമത്തേതാണ് കണ്ടക്ഷൻ അഥവാ ചാലനം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറയുന്നത്. മറ്റൊന്ന് ഏതാണ്, റേഡിയേഷൻ അഥവാ വികിരണം. ഈ 3 രീതികളിലാണ് എന്ത് ചെയ്യുന്നത്, താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നത്, അത് പ്രേഷണം ചെയ്യപ്പെടുന്നത്. ഓക്കെ, അഥവാ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഏതൊക്കെയാണത്, സംവഹനം വരുന്നുണ്ട്, അതുപോലെ ചാലനം, മറ്റൊന്ന് ഏതാണ്, വികിരണം. ഏതൊക്കെയാണ്, ചാലനം, സംവഹനം, വികിരണം. ഒന്ന് പഠിച്ചേ, ചാലനം, സംവഹനം, വികിരണം. ഇതാണ് താപപ്രേഷണത്തിന്റെ 3 രീതികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ചാലനം എന്ന് പറഞ്ഞാൽ എന്താണ്. ചാലനം എന്ന് പറഞ്ഞാല് അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ഏതാ പറയുന്നത് നോക്കട്ടോ. ആദ്യം ചാലനമുണ്ട്, അതുപോലെ സംവഹനമുണ്ട്, വികിരണമുണ്ട്. വിസരണം എന്തല്ല, താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് വരുന്നതല്ല. ഓക്കെ, അതൊക്കെ. അപ്പൊ നമുക്ക് നോക്കാം ചാലനം അല്ലെ. ചാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഖരപദാർത്ഥങ്ങളിലാണ് ഈ ഒരു കാര്യം നടക്കുന്നത്. അതായത് പദാർത്ഥങ്ങളിലെ തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം കൂടാതെ താപം കടത്തിവിടുന്ന രീതിയാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ചാലനമാണെങ്കിലും സംവഹനമാണെങ്കിലും അതുപോലെ വികിരണമാണെങ്കിലും ഇതൊക്കെ എന്താണ്, താപത്തെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, താപത്തെ കൈമാറ്റം ചെയ്യുന്ന രീതികളിൽ വരുന്നതാണ്. അതിലൊന്നാണ് ചാലനം എന്ന് പറയുന്നത്. ഈ ചാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം കൂടാതെ എന്ത് ചെയ്യാണ്, താപത്തെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഇരുമ്പ് തണ്ട് ചൂടാക്കുകയാണെന്ന് വിചാരിക്കുക. ഞാൻ പറഞ്ഞു ഇത് ഖരപദാർത്ഥങ്ങളിലാണ് നടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഇരുമ്പ് തണ്ട് നമ്മളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് അവിടെ അതിന്റെ എല്ലാ ഭാഗത്തേക്കും അതിന്റെ ചൂട്
ചൂട് എന്ത് ചെയ്യും, പാസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നമ്മളിപ്പോ ഒരു ഇരുമ്പ് തണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ തറ്റത്ത് തൊട്ട് കഴിഞ്ഞാലും അവിടെ എന്താണ്, നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യും. ഓക്കെ, അതായത് അതിന്റെ എല്ലാ ഭാഗത്തും അതിന്റെ ചൂട് വന്നിട്ടുണ്ടാവും. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ചാലനം എന്ന് പറയുന്നത്. അതായത് ആ ഒരു താപം അവിടേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് ചാലനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സംവഹനമാണ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, സംവഹനം. കടൽക്കാറ്റ്, കരക്കാറ്റിനൊക്കെ കാരണമായിട്ടുള്ള ഒരു പ്രതിഭാസം കൂടിയാണ് ഇത് സംവഹനം എന്ന് പറയുന്നത്. അതായത് ഇവിടെ താപം സ്വീകരിച്ച് തന്മാത്രകൾ സ്വയം ചലിക്കുന്നതിലൂടെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ താപം സ്വീകരിച്ചുകൊണ്ട് ഈ തന്മാത്രകൾ സ്വയം ചലിക്കുന്നതിലൂടെ താപം കൈമാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പ്രത്യേകിച്ച് ദ്രാവകങ്ങളിലും വാതകങ്ങളിലുമാണ് നടക്കുന്നത്. മനസ്സിലാക്കണേ, ഖരപദാർത്ഥങ്ങളിലല്ല. നമ്മൾ ഖരപദാർത്ഥങ്ങളിൽ പറയുന്നത് ഏതാണ്, അത് ചാലനമാണ്. എന്നാൽ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഏത്, സംവഹനം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വെള്ളമൊക്കെ തിളയ്ക്കുന്നത്, ഈ വെള്ളമൊക്കെ തിളയ്ക്കുന്നത് എന്ത് പ്രോസസ്സിലൂടെയാണ്, ഈ പറയുന്ന ഈ ഒരു സംവഹനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ കടൽക്കാറ്റ്, കരക്കാറ്റൊക്കെ ഉണ്ടാവാനുള്ള കാരണമായിട്ട് പറയുന്നതും ഇത് തന്നെയാണ്, സംവഹനമാണ്. ഓക്കെ, അടുത്ത് നോക്കാം വികിരണം. വികിരണം പിന്നെ സിമ്പിൾ ആണ്. നമ്മുടെ സൂര്യപ്രകാശം ഇങ്ങോട്ടേക്കൊക്കെ എത്തുന്നുണ്ടല്ലോ, അതൊക്കെ എന്തിനു കാരണമാണ്, ഈ ഒരു വികിരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതായത് ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. നമുക്കറിയാലേ, സൂര്യപ്രകാശം ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു മാധ്യമത്തിലൂടെയല്ല അല്ലെ, ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരികയാണ്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് വരുന്നത്. അവിടെ ഒരു മാധ്യമോ അതിനെ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു മാധ്യമത്തിലൂടെയല്ല വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വികിരണം എന്ന് പറയുന്നത്. അപ്പൊ എന്താ അവിടുത്തെ പ്രത്യേകത, ഒരു മാധ്യമവും ഇവിടെ ആവശ്യമില്ല. അതായത് ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ താപം ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് വികിരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ താപപ്രേഷണത്തിന്റെ 3 രീതികൾ കിട്ടിയല്ലോ. എന്തൊക്കെയാ പറഞ്ഞത്, ചാലനം, സംവഹനം, വികിരണം. കടൽക്കാറ്റ്, കരക്കാറ്റ് ഉണ്ടാവാനുള്ള കാരണമായിട്ട് പറയുന്നത് സംവഹനമാണ്. ഓക്കെ, അതുപോലെ തന്നെ സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലേക്ക് എത്തുന്നത് എന്തിനു ഉദാഹരണമാണ്, വികിരണം. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് താപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഈ ഒരു താപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലാവണം അല്ലെ. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, താപം എന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കുക, ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് എന്തെന്ന് പറയുന്നത്, താപം എന്ന് പറയുന്നത്. എന്താണ് താപം എന്ന് പറഞ്ഞാല്, ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗതികോർജം, സ്ഥിതികോർജം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ടുണ്ടാകുന്ന ഊർജമാണ് എന്തെന്ന് പറയുന്നത്, ഗതികോർജം എന്ന് പറയുന്നത്. അതായത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തെയാണ് അതിന്റെ താപം എന്ന് പറയുന്നത്. ആ ഒരു അളവിനെയാണ് അതിന്റെ താപം എന്ന് പറയുന്നത്. എന്താണ്, ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപം എന്ന് പറയുന്നത്. ഇനി ഈ താപത്തെ കുറിച്ചുള്ള പഠനത്തെ പറ്റി പറയുന്നതാണ് ഏത്, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ താപത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് എന്താണ്, തെർമോഡൈനാമിക്സ് അല്ലെ. തെർമോ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് കിട്ടും. അപ്പൊ താപത്തെ കുറിച്ചുള്ള പഠനത്തെ പറ്റി പറയുന്നത് ഏതാണ്, തെർമോഡൈനാമിക്സ് ആണ്. ഇനി താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനത്തെ പറ്റി പറയുന്ന ഒരു പേരുണ്ട്, അതെന്താണ്, അതാണ് ക്രയോജനിക്സ് എന്ന് പറയും. ഓർത്തു വെച്ചേക്കാം, വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനത്തെ പറ്റി പറയുന്ന പേരാണ് ക്രയോജനിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താപം എന്ന് പറയുന്നത് ഒരു ഊർജ രൂപമാണെന്ന് കണ്ടെത്തിയ ഒരു വ്യക്തിയുണ്ട്. അതാരാണ്, വേറെ ആരുമല്ല, നമ്മുടെ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. നമുക്കറിയാം ഊർജത്തിന്റെ യൂണിറ്റ് ആണ് നമ്മൾ ജൂൾ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് തന്നെ അദ്ദേഹത്തിന്റെ പേരിലാണ് അത് വന്നിട്ടുള്ളത്. അപ്പൊ മനസ്സിലാക്കുക, താപം എന്ന് പറയുന്നത് ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്, ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. ജൂൾ എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് കിട്ടും. അതായത് താപം ഒരു ഊർജ രൂപമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്, ജൂൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിലുള്ളത് കൊണ്ടാണ് അതിന് ആ യൂണിറ്റ് എന്തായിട്ട് പറയുന്നത്, ജൂൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്, ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവ് എന്താണ്, അതാണ് താപം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, താപത്തെ കുറിച്ചുള്ള പഠനം ഏതായിരുന്നു, തെർമോ ഡൈനാമിക്സ്. താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണെങ്കിലോ അത് ക്രയോജനിക്സ് ആണ്. അതുപോലെ താപം ഒരു ഊർജമാണെന്ന് കണ്ടെത്തിയത് ആരാണ്, അത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. ഇനി താപവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് യൂണിറ്റുകളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. താപനില അളക്കുന്ന ഉപകരണം ചോദിച്ചാൽ അത് ഏതാണ്, അത് തെർമോമീറ്റർ ആണ്. അതിൽ ഉപയോഗിക്കുന്നത് എന്താണ്, മെർക്കുറി ആണ് അല്ലെ. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് എന്താന്ന് ചോദിക്കാറുണ്ട്, എന്താണ്, മെർക്കുറി ആണെന്ന് ഓർത്തു വെച്ചേക്കാം. ഓർക്കുക, താപനില അളക്കുന്ന ഉപകരണം ചോദിച്ചാൽ അത് ഏതാണ്, തെർമോമീറ്റർ. എല്ലാവർക്കും കിട്ടുമല്ലോ, താപനില അളക്കുന്ന ഉപകരണം ഏതാണ്, തെർമോമീറ്റർ ആണ്. അതുപോലെ തന്നെ താപനിലയുടെ SI യൂണിറ്റ് എന്താന്ന് ചോദിക്കാം. ഓക്കെ, എന്താണ് അത്, കെൽവിൻ ആണ് അല്ലെ. നമുക്കറിയാം താപനിലയുടെ സാധാരണ നമ്മൾ എന്തിലൊക്കെ പറയാറുണ്ട്, ഡിഗ്രി സെൽഷ്യസിൽ പറയാറുണ്ട്.
എന്നാൽ നോർമൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഡിഗ്രി സെൽഷ്യസ് പറയാറുണ്ട്. പക്ഷെ SI യൂണിറ്റ് അല്ലെ, സിസ്റ്റം ഇന്റർനാഷണൽ, അവരൊരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? അതാണ് കെൽവിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, താപനിലയ്ക്ക് നമ്മൾ വേറെയൊക്കെ യൂണിറ്റുകൾ പഠിക്കുന്നുണ്ട്, ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അതിലുള്ളതാണ്. എന്നാൽ താപനിലയുടെ SI യൂണിറ്റ്, സിസ്റ്റം ഇന്റർനാഷണൽ കൊടുത്തിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട്, അതിന്റെ പേരെന്താണ്? അത് കെൽവിൻ ആണ്. ഓക്കെ, അങ്ങനെ തന്നെയാവും പരീക്ഷയിൽ ചോദിക്കുക. കാരണം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ കെൽവിൻ ഉണ്ടാവും, ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ചാടി കയറി എങ്ങോട്ട് കൊടുക്കും? ഡിഗ്രി സെൽഷ്യസ് കൊടുക്കും. അത് തെറ്റാവും അല്ലെ, നമ്മൾ താപനില എന്ന് കേൾക്കുമ്പോൾ അപ്പൊ ഡിഗ്രി സെൽഷ്യസിലോട്ടൊക്കെയാ പോവുക. അപ്പൊ മനസ്സിലാക്കുക, താപനിലയുടെ SI യൂണിറ്റ് ചോദിച്ചാൽ അതെന്താണ്? അത് കെൽവിൻ ആണ്. SI യൂണിറ്റ് ചോദിച്ചാൽ അത് കെൽവിൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ താപോർജത്തിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ എന്താ? അത് ജൂൾ ആണ് അല്ലെ. അവിടെ എന്തുണ്ട്? ഊർജം എന്ന് പറയുന്ന ഒരു വാക്കോട് വന്നു അല്ലെ. അപ്പൊ താപോർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ SI യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. നമുക്കറിയാം ഊർജത്തിന്റെ യൂണിറ്റ് എന്താ? ജൂൾ ആണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ താപോർജത്തിന്റെ SI യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ജൂൾ ആണ്. ഇനി ഒരു കലോറി എന്ന് പറയുന്നത് എത്ര ജൂൾ ആണെന്ന് ചോദിക്കാറുണ്ട്. എത്രയാണ്? 4.2 ജൂൾ ആണ് കേട്ടോ. 4.2 ജൂൾ ആണ് എന്തെന്ന് പറയുന്നത്? ഒരു കലോറി എന്ന് പറയുന്നത്. അപ്പൊ ഒരു കലോറി എന്ന് പറയുന്നത് എത്രയാണ്? 4.2 ജൂള്. പഠിക്ക്, ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂൾ ആണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആബ്സല്യൂട്ട് സീറോ ചോദിക്കും. അതായത് തന്മാത്രകളുടെ ഗതികോർജം 0 മാറുന്ന താപനില, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? തന്മാത്രകളുടെ ഗതികോർജം 0 മാറുന്ന ആ ഒരു താപനിലയാണ് എന്തെന്ന് പറയുന്നത്? ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എത്രയാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ് എന്നതാണ് ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് 1-2 ഉപകരണങ്ങൾ നമുക്ക് നോക്കാം. അതിലൊന്നാണ് പൈറോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പൈറോമീറ്റർ എന്ന് ചോദിച്ചാൽ എന്താണ്? ഉയർന്ന താപനില അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ. ഉയർന്ന താപനില അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏത് പൈറോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ താഴ്ന്ന ഊഷ്മാവ് അളക്കാനായിട്ടാണെങ്കിലോ, താഴ്ന്ന ഊഷ്മാവ് അളക്കാനായിട്ട് അത് ക്രയോമീറ്റർ ആണ് അല്ലെ. ക്രയോമീറ്റർ ആണ്. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? പൈറോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഉയർന്ന താപനില അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഉയർന്ന താപനില അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചാൽ അത് പൈറോമീറ്റർ ആണ്. താഴ്ന്ന ഊഷ്മാവ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? അത് ക്രയോമീറ്റർ ആണ്. ഏതാണ്? ക്രയോമീറ്റർ. ഓക്കെ, അതുപോലെ തന്നെ തെർമോമീറ്റർ. ആരാണ് തെർമോമീറ്റർ കണ്ടുപിടിച്ചിട്ടുള്ളത്? അതാരാണ്? നമുക്കറിയുന്നതാണ് അല്ലെ. ഗലീലിയോ ഗലീലിയാണ് തെർമോമീറ്റർ കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്നാൽ മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? അദ്ദേഹത്തിന്റെ പേരാണ് ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മെർക്കുറി തെർമോമീറ്റർ ആരാണോ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ഫാരൻഹീറ്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? അത് സർ തോമസ് ആൽബർട്ട് ആണ്. ഇതിങ്ങനെ ചോദിക്കാറുണ്ട്. ഓർത്ത് വെച്ചേക്കുക, പഠിക്കുക, ഇപ്പൊ തന്നെ പഠിക്കാം. തെർമോമീറ്റർ എന്ന് മാത്രമാണ് ചോദിച്ചതെന്ന് വിചാരിക്കാം. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഗലീലിയോ ഗലീലിയാണ്. ഓക്കെ, അപ്പൊ തെർമോമീറ്റർ ആരാ കണ്ടുപിടിച്ചത്? ഗലീലിയോ ഗലീലിയാണ്. എന്നാൽ മെർക്കുറി തെർമോമീറ്റർ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ഫാരൻഹീറ്റ് ആണ്. എന്താണ്? മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഫാരൻഹീറ്റ് ആണ്. അതുപോലെ ക്ലിനിക്കൽ തെർമോമീറ്റർ ആണെങ്കിൽ അതാരാണ്? തോമസ് ആൽബർട്ട് ആണ്. ആരാണ്? തോമസ് ആൽബർട്ട്. മാറിപ്പോലല്ലോ, കൃത്യമായിട്ട് പഠിക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. സെൽഷ്യസ് സ്കെയിൽ അതങ്ങനെ ചോദിക്കൊന്നുമില്ല, കാരണം അതേ പേരിൽ തന്നെയാണ് വരുന്നത്. ആൻഡേഴ്സ് സെൽഷ്യസ് എന്ന് പറയുന്ന ആളാണ് സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. അത് ജസ്റ്റ് ആ പേര് തന്നെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ ചോദിക്കൊന്നുമില്ല. ഓക്കെ, അപ്പൊ സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. ഇനി ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് സെൽഷ്യസിലും ഫാരൻഹീറ്റിലും ഒരേ മൂല്യം കാണിക്കുന്നത്. ഓക്കെ, ഏതാണത്? -40 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. അതായത് സെൽഷ്യസിലും ഫാരൻഹീറ്റിലും, അതായത് നമ്മുടെ ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഫാരൻഹീറ്റ് വരും, ഫാരൻഹീറ്റ്. അതുപോലെ തന്നെ സെൽഷ്യസ്, അതുപോലെ കെൽവിന്. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റുകളാണ്.
അതില് ഈ സെൽഷ്യസും ഫാരൻഹീറ്റും ഒരേ മൂല്യം കാണിക്കുന്നത് ഏതാന്ന് ചോദിച്ചാൽ -40 ആണ്. എത്രയാണ്? -40. അപ്പൊ ഈ പറയുന്ന പോലെ സെൽഷ്യസും ഇതൊക്കെ നമ്മുടെ ഈ ഊഷ്മാവ് അളക്കുന്ന ഓരോരോ യൂണിറ്റുകളാണ്. അതില് സെൽഷ്യസും ഫാരൻഹീറ്റിലും ഒരേ മൂല്യം കാണിക്കുന്നതാണ് ഏത്? -40 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫാരൻഹീറ്റിലും കെൽവിനിലും ഒരേ മൂല്യം കാണിക്കുന്നത് ഏതാന്ന് ചോദിച്ചാല് 574.25 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതും ചോദിക്കാറുണ്ട്. അപ്പൊ ഫാരൻഹീറ്റിലും കെൽവിനിലും ഒരേ മൂല്യം കാണിക്കുന്നത് ഏതാണ്? 574.25 ആണ്. ഇത് പഠിക്കണം കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. സെൽഷ്യസിലും ഫാരൻഹീറ്റിലും ഒരേ മൂല്യം കാണിക്കുന്നത് ഏതാണ്? -40 ആണ്. ഫാരൻഹീറ്റിലും കെൽവിനിലും ഒരേ മൂല്യം കാണിക്കുന്നത് 574.25 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇവിടെ പറയാനുണ്ട്. അതും കൂടി ഒന്ന് എഴുതി വെച്ച് പഠിക്കട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിക്കണേ. അതായത് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയാണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. മനസ്സിലാക്കുക, 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതിന് തുല്യമാണ് 273 കെൽവിൻ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് തവണ ചോദിച്ചതാണ്. അതായത് 0 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായിട്ടുള്ളതാണ് 32 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് 273 കെൽവിൻ എന്ന് പറയുന്നത്. ഇതെന്താണ്? ഈക്വൽ ആയിരിക്കും. അതായത് സെൽഷ്യസിൽ പറയുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് ഫാരൻഹീറ്റിൽ പറയുമ്പോൾ എങ്ങനെയായിരിക്കും? 32 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാ പറയാം. എന്നാൽ കെൽവിനിൽ പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കും? 273 കെൽവിൻ എന്നാണ് പറയാം. അതുപോലെ തന്നെ മറ്റൊന്നാണ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അതുപോലെ തന്നെ 373 കെൽവിൻ ആയിരിക്കും. മനസ്സിലാക്കണേ, 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാല് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. അതിന് തുല്യമായത് ഏതാണ്? 373 കെൽവിൻ ആയിരിക്കും. ഇത് കൃത്യമായിട്ടൊന്ന് ബോക്സ് ആക്കിയിട്ട് പഠിച്ചു വെച്ചേക്കുക, ചോദിക്കും. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാല് 32 ഡിഗ്രി ഫാരൻഹീറ്റ് സമം എന്ന് പറഞ്ഞാൽ എന്താ? 273 കെൽവിൻ ആയിരിക്കും. അതുപോലെ തന്നെ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്ര ഫാരൻഹീറ്റ് ആണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റും അതുപോലെ തന്നെ 373 കെൽവിനും ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്ത് പഠിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ജസ്റ്റ് നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് തരാം. നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അല്ലെ, ഇത് നോക്കാം. താപപ്രേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. അപ്പൊ താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു 3 രീതിയിൽ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഏതൊക്കെയായിരുന്നു? ചാലനം, സംവഹനം, അതുപോലെ തന്നെ വികിരണം. ചാലനം എന്ന് പറഞ്ഞാൽ എന്താ? ആ പദാർത്ഥങ്ങളിലെ തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം കൂടാതെ എന്ത് ചെയ്യാണ്? അവിടെ താപം കടത്തിവിടുകയാണ്. അതാണ് ചാലനം എന്ന് പറയുന്നത്. സംവഹനം എന്ന് പറഞ്ഞാൽ താപം സ്വീകരിച്ച് തന്മാത്രകൾ സ്വയം ചലിക്കുന്നതിലൂടെ താപം കൈമാറ്റം ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് സംവഹനം. വികിരണം എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ലാതെ എന്ത് ചെയ്യാണ്? താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൂലേ, താപം എന്ന് പറഞ്ഞാൽ എന്താണ്? തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവിനെയാണ് താപം എന്ന് പറഞ്ഞത്. അതുപോലെ താപോർജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനത്തെ എന്താ വിളിച്ചത്? തെർമോഡൈനാമിക്സ് ആണ് അല്ലെ, തെർമോഡൈനാമിക്സ് ആണ്. അതുപോലെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണെങ്കിലോ അത് ക്രയോജനിക്സ് ആണ്. ഓക്കെ, ക്രയോജനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു പഠനത്തെയാണ് ക്രയോജനിക്സ് എന്ന് പറയുന്നത്. അതുപോലെ താപം ഒരു ഊർജ്ജ രൂപമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് പ്രെസ്കോട്ടും ജൂൾ ആണ്. അതുപോലെ താപനില അളക്കുന്ന ഉപകരണം നമ്മൾ പറഞ്ഞൂലേ, ഏതാണ്? തെർമോമീറ്റർ ആണ്. അതിൽ എന്താ ഉപയോഗിക്കുന്നത്? മെർക്കുറി ആണ്. അതുപോലെ താപനിലയുടെ SI യൂണിറ്റ് ചോദിച്ചാൽ അതെന്താണ്? കെൽവിൻ ആണ്. എന്നാൽ താപോർജത്തിന്റെ SI യൂണിറ്റ് ആണെങ്കിലോ അത് ജൂൾ ആണ്. ഒരു കലോറി എന്ന് പറയുന്നത് എത്ര ജൂൾ ആണെന്ന് ചോദിച്ചാൽ 4.2 ജൂൾ ആണ്. അതുപോലെ ആബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ എന്താ? -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു ഉയർന്ന താപനില അളക്കുന്നത് അതിനെന്താണ്? ഏത് ഉപകരണമാണ്? പൈറോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. താഴ്ന്ന ഊഷ്മാവ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ക്രയോമീറ്റർ ആണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് തെർമോമീറ്റർ അല്ലെ. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണെന്ന് പറഞ്ഞു. ആരായിരുന്നു? ഗലീലിയോ ഗലീലി ആണ്. അതുപോലെ മെർക്കുറി തെർമോമീറ്റർ ആണെങ്കിലോ അത് ഫാരൻഹീറ്റ് ആണ് കണ്ടുപിടിച്ചത്. ക്ലിനിക്കൽ തെർമോമീറ്റർ ആണെങ്കിൽ അത് കണ്ടുപിടിച്ചത് തോമസ് ആൽബർട്ട് ആണ് അല്ലെ, തോമസ് ആൽബർട്ട് ആണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സെൽഷ്യസും ഫാരൻഹീറ്റിലും ഒരേ മൂല്യം കാണിക്കുന്നത് ഏതാണ്? -40 ആണ്. എന്നാൽ ഫാരൻഹീറ്റിലും കെൽവിനിലും ഒരേ മൂല്യം കാണിക്കുന്നതാണെങ്കിലോ 574.25 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? പിന്നെ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്ര ഫാരൻഹീറ്റ് ആണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. എത്ര കെൽവിൻ ആണ്? 273 കെൽവിൻ ആണ്. എന്നാൽ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എത്ര ഫാരൻഹീറ്റ് ആണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. എന്നാൽ 373 കെൽവിൻ ആണ്. ഓക്കെ, അതൊക്കെ തെറ്റാതെ പഠിക്കണേ.
അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ശബ്ദവുമായി ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യമാണ്. എന്താ ചോദ്യം വരുന്നത്? ഓക്കെ, എന്താ വന്നിട്ടുള്ളത്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എത്രയാണ്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എന്ന് പറയുന്നത് ഒന്ന് പഠിച്ചു വെച്ചേക്ക. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് കേട്ടോ. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ പരിധി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ശബ്ദവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് പഠിച്ചു പോവാം. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ശബ്ദം എന്ന് പറയുന്ന ആ ഒരു ഊർജ്ജരൂപം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ്? വസ്തുക്കളുടെ കമ്പനം മൂലമാണ് അല്ലെ. വെറുതെ ശബ്ദം ഉണ്ടാവും അല്ലെ? വെറുതെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ ഒരു മാധ്യമം ആവശ്യമാണ് അല്ലെ. എന്തിലെങ്കിലും തട്ടുമ്പോഴാണ് സൗണ്ട് ഉണ്ടാകുന്നത്. അതായത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് എന്തുണ്ടാകുന്നത്? ശബ്ദം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ശബ്ദത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതാണ് അക്കോസ്റ്റിക്സ് എന്ന പേരിൽ കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ശബ്ദത്തെ കുറിച്ചുള്ള പഠനം ചോദിച്ചാൽ അതെന്താണ്? അക്കോസ്റ്റിക്സ് ആണ്. അതുപോലെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരം തരംഗങ്ങളായിട്ടാണ് പറയാ? അതാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പ്രകാശം എന്ന് പറയുന്നത് അനുപ്രസ്ഥ തരംഗങ്ങളാണെങ്കിൽ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അനുദൈർഘ്യ തരംഗങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്താണ്? ഡെസിബൽ ആണ്. ഓക്കെ, ആവൃത്തിയാണെങ്കിൽ അതെന്താ? അത് ഹെർട്സ് ആണ് കേട്ടോ. ആവൃത്തി ചോദിച്ചാല് അത് ഹെർട്സിലാണ് പറയാ. ആവൃത്തി ചോദിച്ചാല് ഹെർട്സ്, മാറിപ്പോകരുത്, ഹെർട്സ് ആണ്. അതായത് ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ആണെങ്കിൽ അത് ഡെസിബൽ ആണ്, ആവൃത്തി ആണെങ്കിൽ ഹെർട്സ് ആണ്. ഓക്കെ, മാറിപ്പോകാതെ പഠിക്കാം. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്താണ്? ഡെസിബൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സൗണ്ടിന് അല്ലെങ്കിൽ ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മാധ്യമം ആവശ്യമാണ് അല്ലെ. അതുപോലെ തന്നെ സൗണ്ട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാതകങ്ങളിലൂടെയും ദ്രാവകങ്ങളിലൂടെയും ഖരവസ്തുക്കളിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതിലൂടെയാണ് ഈ പറയുന്ന ശബ്ദത്തിന് വേഗത കൂടുതലുള്ളത്? അതായത് ശബ്ദം ഏത് മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അതിന് വേഗത കൂടുതലുള്ളത് എന്ന് നോക്കാം. ഏതിലൂടെ ആയിരിക്കും? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മളിപ്പോ ഒരു സ്റ്റീലിലൊക്കെ അല്ലെങ്കിൽ ഒരു അലുമിനിയം പാത്രത്തിൽ നമ്മൾ തട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന സൗണ്ട് ആയിരിക്കില്ല ജസ്റ്റ് നിങ്ങൾ വെള്ളത്തിലൊന്ന് പോയി തട്ടി കഴിഞ്ഞാൽ കിട്ടുന്നത് അല്ലെ. സൗണ്ടിൽ, അതായത് അലുമിനിയം പാത്രത്തിലൊക്കെ തട്ടി കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്? ശബ്ദത്തിന് വേഗത കൂടുതൽ ഏത് മാധ്യമത്തിലൂടെയാണ്? ഖര അല്ലെ, പദാർത്ഥം, അതായത് നമ്മുടെ ഖരപദാർത്ഥത്തിൽ അല്ലെങ്കിൽ ഖരത്തിലൂടെ അല്ലെങ്കിൽ ഖര അവസ്ഥയിലൂടെ കടക്കുമ്പോഴാണ് ശബ്ദത്തിന് അതിന്റെ വേഗത കൂടുതലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാ വരിക? ദ്രാവകമാണ്. പിന്നെ കുറവ് ഏതിലാണ്? വാതകത്തിലാണ്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കുക, ശബ്ദത്തിന് വേഗത കൂടുതലുള്ളത് ഏത് മാധ്യമത്തിലൂടെ പോകുമ്പോഴാണ്? ഖരാവസ്ഥയിലൂടെ പോകുമ്പോഴാണ് അല്ലെ. അതിൽ തന്നെ പറയുകയാണെങ്കിൽ അലുമിനിയത്തിലാണ് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്. പക്ഷെ ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് സ്റ്റീലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് അലുമിനിയാണ്, 6423 അതിന്റെ വേഗത കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് പരീക്ഷയിൽ ചോദിച്ച സമയത്ത് അതിൽ ഓപ്ഷൻ സ്റ്റീലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ഖരപദാർത്ഥം എന്ന് പറയുമ്പോൾ തന്നെ അലുമിനിയം, സ്റ്റീൽ, അതിലൊക്കെ ഭയങ്കര സ്പീഡിലാണ് എന്ത് പോകുന്നത്? ശബ്ദം കടന്നു പോകുന്നത്. അതിനുശേഷം പറയുകയാണെങ്കിൽ ദ്രാവകമാണ്. അതിനുശേഷം പറയുകയാണെങ്കിൽ വാതകമാണ്. ഇതെല്ലാവർക്കും കിട്ടുമല്ലോ. ശബ്ദത്തിന്റെ വേഗതയുടെ ആ ഒരു റേഞ്ചാ പറയുന്നത്. ഏറ്റവും കൂടുതൽ വേഗത്തിൽ പോകുന്നത് ഖരപദാർത്ഥങ്ങളിലൂടെയാണ്. രണ്ടാമത് പറയുകയാണെങ്കിൽ ദ്രാവകങ്ങളിലൂടെയാണ്. കുറവാണെങ്കിൽ ഏതാണ്? വാതകങ്ങളിലൂടെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം ചോദിച്ചാൽ അത് എത്രയാണ്? 120 ഡെസിബലിന് കൂടുതലായിരിക്കും. ഓക്കെ, മനസ്സിലാക്കുക, നമ്മുടെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് എത്ര ഡെസിബലിന് കൂടുതലാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 120 ഡെസിബലിന് കൂടുതലായിരിക്കും. മനസ്സിലാക്കുക, ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 ഡെസിബലിന് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയോ? അത് 1/10 സെക്കൻഡ് ആണ്. 1/10 സെക്കൻഡ്. അതായത് ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതൊരു 10 സെക്കൻഡ് നേരത്തേക്ക് അവിടെ നിലനിൽക്കും. അതാണ് മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10 സെക്കൻഡ് ആണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ, മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. ഇനി ഈ 20 ഹെർട്സിലും കൂടിക്കഴിഞ്ഞാൽ അവിടെ പറയുന്നതാണ് എന്ത്? അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയും. അതായത് മനുഷ്യന്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദത്തെയാണ് എന്ന് പറയുന്നത് അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്.
അപ്പൊ നമ്മൾ പറഞ്ഞു മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറഞ്ഞാൽ എത്രയാണ് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് വരുന്നത്. അപ്പൊ അതിനേക്കാളും കൂടിക്കഴിഞ്ഞാല്, അതായത് നമുക്ക് ഈ പറയുന്ന പോലെ 20,000 ഹെർട്സിനേക്കാളും കൂടുതലായി കഴിഞ്ഞാല് ആ പറയുന്ന സൗണ്ടിന്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. ഈ അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കുക. എപ്പോഴും ചോദിക്കാറുണ്ട്, വവ്വാലുകള് അവയുടെ യാത്രയ്ക്ക് സഹായിക്കുന്നതിനും അതിന് ഇരയൊക്കെ പിടിക്കാൻ സഹായിക്കുന്നത് ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, ഓർത്തു വെച്ചേക്ക. അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തിയാണ് വവ്വാലുകൾ എന്ത് ചെയ്യുന്നത്, ഇരുട്ടിലും സുഗമമായിട്ട് സഞ്ചരിക്കാനും ഇര പിടിക്കാനും ഒക്കെ സാധ്യമാകുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ സ്കാനിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാനായിട്ടൊക്കെ എന്തുപയോഗിക്കുന്നുണ്ട്, ഈ പറയുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിയില്, അതുപോലെ തന്നെ നമ്മുടെ ആന്തര അവയവങ്ങളുടെയൊക്കെ പ്രതിബിംബമൊക്കെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഈ പറയുന്ന അൾട്രാസോണിക് തരംഗങ്ങളാണ്. അതുപോലെ തന്നെ സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകള്, അതുപോലെ നിശ്ചിത ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങള്, ഇലക്ട്രോണിക് ഘടകങ്ങൾ, അവയൊക്കെ വൃത്തിയാക്കുന്നതിനും എന്തുപയോഗിക്കാറുണ്ട്, അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് സോണാർ എന്ന് പറയുന്ന ഒരു ഉപകരണം. ഓക്കെ, സോണാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന പോലെ ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അതിലൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്, അൾട്രാസോണിക് തരംഗങ്ങളാണ്. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്, ശബ്ദവുമായി ബന്ധപ്പെട്ട് 20,000 ഹെർട്സിന് മുകളിലുള്ള ആ ഒരു ശബ്ദ തരംഗത്തെ നമ്മൾ എന്തെന്നാ പറഞ്ഞത്, അൾട്രാസോണിക് സൗണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഈ അൾട്രാസോണിക് ശബ്ദം ഉപയോഗിക്കുന്നത് ആരാണെന്ന് പറഞ്ഞു, ആരാണ്, വവ്വാല്. അവര് സുഗമമായിട്ട് അവരുടെ സഞ്ചാരം സുഗമമാക്കുന്നതിനും ഇര പിടിക്കാനൊക്കെ സഹായിക്കുന്നത് ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്ന പല സന്ദർഭങ്ങളും നമ്മൾ പറഞ്ഞു അല്ലെ. പ്രത്യേകിച്ച് സ്കാനിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അൾട്രാസോണിക് സൗണ്ട് അല്ലെങ്കിൽ അൾട്രാസോണിക് തരംഗങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു, സർപ്പിൾ ആകൃതിയിലുള്ള കുഴലുകളോ, അതുപോലെ തന്നെ അതൊക്കെ ആ യന്ത്രഭാഗങ്ങളൊക്കെ ഉള്ളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അൾട്രാസോണിക് തരംഗങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സോണാർ ചോദിക്കാറുണ്ട് പരീക്ഷയിൽ. സോണാറിൽ ഉപയോഗിക്കുന്ന തരംഗം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്, അൾട്രാസോണിക് തരംഗമാണ്. സോണാർ എന്തിനാ ഉപയോഗിക്കുന്നത്, ജലത്തിനടിയിലെ വസ്തുക്കളിലേക്കുള്ള അകലം കണ്ടെത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്, സോണാർ എന്ന് പറയുന്നത്. അതിലൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്, അൾട്രാസോണിക് തരംഗങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ ഈ 20 ഹെർട്സ് ടു 20,000 ഹെർട്സ് എന്ന് പറഞ്ഞല്ലോ. ഈ 20 ഹെർട്സിന് താഴെ വരുന്നതാണെങ്കിൽ അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറഞ്ഞാൽ 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണെന്ന് പറഞ്ഞു അല്ലെ. 20,000 ഹെർട്സിന്റെ മുകളിലായി കഴിഞ്ഞാൽ അത് എന്താണ്, അൾട്രാസോണിക് സൗണ്ട് ആണ്. 20 ഹെർട്സിൽ താഴെ ആയി കഴിഞ്ഞാൽ അത് എന്താ വിളിക്കുക, ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ് പറയുക. പ്രത്യേകിച്ച് തിമിംഗലം, ആന, ജിറാഫ് അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ എന്താണ്, ഈ പറയുന്ന ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാനും അതുപോലെ തന്നെ അത് തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഉണ്ട് കേട്ടോ. പരീക്ഷയിൽ ചോദിക്കാറുണ്ട്, മനസ്സിലാക്കുക. തിമിംഗലം, അതുപോലെ തന്നെ ആന, ജിറാഫ് അങ്ങനെയുള്ള മൃഗങ്ങൾക്കൊക്കെ ഇൻഫ്രാസോണിക് സൗണ്ട് ഒക്കെ തിരിച്ചറിയാനും അതുപോലെ തന്നെ അത് അവർക്ക് പുറപ്പെടുവിക്കാനൊക്കെ ഉള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വെച്ചേക്കാം. ഇനി ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 1-2 കാര്യങ്ങൾ കൂടി പറയാം. അതിലൊന്നാണ് അനുരണനം, അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്രതിധ്വനി അല്ലെ. എന്താണ് അനുരണനം എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മളിപ്പം വലിയൊരു ഗോപുരത്തിന്റെ ഉള്ളിലൊക്കെ പെട്ട് കഴിഞ്ഞാല് അവിടെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഒരു മുഴക്കം പോലെ നമുക്ക് കേൾക്കുന്ന ഒരു ഫീൽ ചെയ്യും അല്ലെ. അതിനെയാണ് അനുരണനം എന്ന് പറയുന്നത്. അതായത് ഒരു ശബ്ദം ഉണ്ടായതിനു ശേഷം അതിന്റെ ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായിട്ട് അതെന്ത് ചെയ്യുക, വീണ്ടും അതിങ്ങനെ മെല്ലെ ഒരു മുഴക്കമായിട്ട് അതിങ്ങനെ കേൾക്കുക. അതിനെയാണ് അനുരണനം എന്ന് പറയുന്നത്. ഓക്കെ, അനുരണനം ഓർത്തു വെച്ചേക്കണേ. അതുപോലെ തന്നെ മറ്റൊന്നാണ് പ്രതിധ്വനി. പ്രതിധ്വനി അല്ലെ, എക്കോ എന്ന് പറയും. അതായത് നമ്മളിപ്പോ ഒരു സൗണ്ട് പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം ഉച്ചത്തിൽ പറഞ്ഞു അല്ലെ, അതിങ്ങനെ പ്രതിധ്വനിച്ച് കേൾക്കുക, വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രതിധ്വനി എന്ന് പറയുന്നത്. അതായത് ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം എന്ത് ചെയ്യുക, പ്രതിപദിച്ച് കേൾക്കുക. അതിനെ വിളിക്കുന്ന പേരെന്താ, പ്രതിധ്വനിയാണ്. അപ്പം അനുരണനം എന്ന് കേൾക്കുമ്പോൾ മുഴക്കം എന്ന് ആലോചിച്ചാൽ മതി. അനുരണനം മുഴക്കമാണ്. ഒരു കാര്യം അത് വീണ്ടും വീണ്ടും കേൾക്കുന്നതാണെങ്കിൽ അതെന്താണ്, പ്രതിധ്വനിയാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കുക. നമ്മള് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് നമുക്ക് സ്പീഡിൽ ഒന്ന് റിവൈസ് ചെയ്യാം.
ശബ്ദം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വസ്തുക്കളുടെ കമ്പനം മൂലം ഉണ്ടാകുന്നതാണ് ശബ്ദം എന്ന് പറയുന്നത്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അക്കൗസ്റ്റിക്സ് ആണ് അല്ലെ? അക്കൗസ്റ്റിക്സ് ആണ്. അതുപോലെ തന്നെ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? അനുദൈർഘ്യ തരംഗങ്ങളാണ്. അതുപോലെ ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ചോദിച്ചാൽ അത് എന്താണ്? ഡെസിബൽ ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ശബ്ദം ഏതിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട്? ഖരപദാർത്ഥങ്ങളിലൂടെയും ദ്രാവകങ്ങളിലൂടെയും വാതകങ്ങളിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. എന്നാലും സ്പീഡ് ഏതിലാണ് കൂടുതൽ? ഖരപദാർത്ഥങ്ങളിലാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം ചോദിച്ചാൽ അതെന്താ? 120 ഡെസിബിളിൽ കൂടുതലാണ്. ഇനി മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു? 1/10 സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ ശ്രവണ പരിധി ചോദിച്ചാൽ അത് എത്രയാണ്? 20നും 20,000 ഹെഡ്സിനും ഇടയിലാണ്. ഓക്കെ, 20 ഹെഡ്സിന് താഴെയാണെങ്കിൽ അങ്ങനെയുള്ള സൗണ്ട് എന്താണ്? ഇൻഫ്രാസോണിക് സൗണ്ട് ആണ്. 20,000 ഹെഡ്സിലും കൂടുതലാണെങ്കിൽ അതെന്താണ്? അൾട്രാസോണിക് സൗണ്ട് ആണ്. ഓക്കെ, അതൊക്കെ ഓർത്തു വെക്കുക. പിന്നീട് നമ്മൾ പറഞ്ഞൂലേ അനുരണനം എന്താണെന്നും പ്രതിധ്വനി എന്താണെന്നും ഒക്കെ പറഞ്ഞു. അതൊക്കെ പഠിച്ചു വെച്ചേക്കണേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? പ്രവേഗ മാറ്റത്തിന്റെ നിരക്ക് അതിനെന്താ പറയാന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ കുറെ സാധനങ്ങളുണ്ട് അല്ലെ? വേഗത, ദൂരം, സ്ഥാനാന്തരം, ത്വരണം. അപ്പൊ ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. ഒരു ഫിസിക്സ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറയുന്ന 4 ടേംസും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം നമ്മൾക്ക് ഫിസിക്സിൽ തന്നെ ചലന നിയമങ്ങളൊക്കെ പഠിക്കാനായിട്ട് വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ഓരോരോ ടേംസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വേഗത, അതുപോലെ തന്നെ ദൂരം, സ്ഥാനാന്തരം, ത്വരണം, ഇതിൽ ഓരോ കാര്യങ്ങൾ നോക്കാം. അതിലാദ്യം നമുക്ക് പറയുകയാണെങ്കിൽ ദൂരത്തിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ദൂരം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ദൂരം എന്ന് പറഞ്ഞാല് അതായത് ഇപ്പൊ നമ്മളൊരു എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്ന സമയത്ത് അല്ലെ, നമ്മൾ ആ ഒരു യാത്രയിൽ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആ യാത്രയുടെ പാതയുടെ നീളമാണ് എന്തെന്ന് പറയുന്നത്? അതിന്റെ ദൂരം എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടേക്ക് നമ്മൾ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആ സഞ്ചരിച്ച ആ ഒരു പാതയുടെ നീളമാണ് എന്തെന്ന് പറയുന്നത്? ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ദൂരം എന്ന് പറഞ്ഞാല് ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം എന്ന് പറയുന്നത്. ഇപ്പൊ ദൂരത്തിന്റെ SI യൂണിറ്റ് ആണെങ്കിൽ എന്താ നമ്മൾ പറയാ? അത് മീറ്റർ ആണ് അല്ലെ. സാധാരണ നമ്മൾ ദൂരത്തിന്റെ യൂണിറ്റ് ആയിട്ട് എന്തൊക്കെ പറയാറുണ്ട്? മീറ്റർ പറയാറുണ്ട്, കിലോമീറ്റർ പറയാറുണ്ട് അല്ലെ. നമ്മൾ സാധാരണ ഇപ്പൊ ഒരു സ്ഥലത്തൊക്കെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇത്ര കിലോമീറ്റർ എന്നാണ് പറയാം. പക്ഷെ ദൂരത്തിന്റെ SI യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ സിസ്റ്റം ഇന്റർനാഷണൽ ഇതിന് ഈ ഒരു ദൂരത്തിന് ഒരു യൂണിറ്റ് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ദൂരത്തിന്റെ SI യൂണിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അത് മീറ്റർ ആണ്. പഠിക്കണേ, ദൂരത്തിന്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ദൂരം എന്താന്ന് നമുക്ക് കിട്ടി. ദൂരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം എന്ന് പറയുന്നത്. എന്നാൽ സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് 2 സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലമാണ് എന്തെന്ന് പറയുന്നത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം 2 സ്ഥലങ്ങളാണ് ഇവിടെ നമ്മൾ നിൽക്കുകയാണെ. 2 സ്ഥലങ്ങളാണ്. ഓക്കെ, സ്ഥലമായിക്കോട്ടെ. ഇതൊരു എന്തെങ്കിലും ഒരു വീടാണെന്ന് വിചാരിക്കും. ഇവിടുന്ന് നമുക്ക് ഈ വീട്ടിലേക്ക് ഇങ്ങനെ പോകാം, ഇങ്ങനെയും പോകാം അല്ലെ. ഇപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ എന്താണ്? നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഈ ഒരു പാതയുടെ നീളം ഉണ്ടല്ലോ, അതിവിടെ എന്താണ്? ഇതാണ് അതിന്റെ ദൂരം എന്ന് പറയും. എന്നാൽ ഈ 2 സ്ഥലങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഇവിടെ ഈ 2 പോയിന്റുകൾക്കിടയിലുള്ള നേർരേഖ ദൂരം വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നേർരേഖ അകലം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള നേർരേഖയിൽ വരുന്ന ആ ഒരു എന്താ പറയാ അകലം, അതിനെയാണ് സ്ഥാനാന്തരം എന്ന് പറയാം അല്ലെ. നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം, എങ്ങനെയും പോകാം, വളഞ്ഞു തിരിഞ്ഞൊക്കെ പോവാം. അപ്പൊ ഇങ്ങനെ നമ്മൾ പോകുന്നൊക്കെ സമയത്ത് അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ അവിടെ സഞ്ചരിച്ച ആ ഒരു പാതയുടെ മൊത്തം നീളമായിരിക്കും അവിടുത്തെ ദൂരം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നേർരേഖയിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഈ ഒരു അകലം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? മീറ്റർ ആണ്. ദൂരത്തിന്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? മീറ്റർ ആണ്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സദിശ അളവാണ്. ഇത് ദിശ ചേർത്തിട്ടാണ് പറയുക. ഓക്കെ, അപ്പൊ അത് അവിടെ ഓർത്തു വെക്കാം. അതുപോലെ തന്നെ ഒരു ചലനം തുടങ്ങി അതേ സ്ഥാനത്ത് തന്നെ എത്തിച്ചേർന്നാൽ അവിടുത്തെ സ്ഥാനാന്തരം എത്രയാണെന്ന് ചോദിച്ചാൽ 0 ആയിരിക്കും. ഓക്കെ, അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് ഇപ്പൊ ഇത് നിങ്ങളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇവിടെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ലേ എങ്ങനെ നമുക്ക് പോവാം? ഇതെന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനാന്തരമാണ്. അതായത് ഇവിടുന്ന് ചലനം തുടങ്ങി നമ്മള് ഇങ്ങോട്ടേക്ക് പോയി അതേ സ്ഥാനത്ത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നെന്ന് വിചാരിക്കാം. അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി അതേ സ്ഥാനത്തേക്ക് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു കഴിഞ്ഞാല് അവിടെ സ്ഥാനാന്തരത്തിന്റെ അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നാല് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കുക, വേറൊരു വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് പോകുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു 10 മീറ്റർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു ഇതേപോലെ തന്നെ ആ റൂട്ട് തന്നെ വന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 10 മീറ്റർ ഉണ്ട്.
അപ്പൊ അവിടുത്തെ മൊത്തം ദൂരം എന്ന് പറഞ്ഞാൽ എത്രയാ? നമ്മൾ ഈ പറയുന്ന പോലെ 10 മീറ്റർ അല്ല 10 കിലോമീറ്റർ ദൂരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 കിലോമീറ്റർ ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഒന്നും കൂടി ഞാൻ സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന പോലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലമാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മളിപ്പോ ഇവിടുന്ന് യാത്ര ആരംഭിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥാനാന്തരം 0 ആയിരിക്കും. പക്ഷെ അവിടുത്തെ ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയായിരിക്കും? ഇവിടെ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഈ റൂട്ടിലൂടെയാണ് പോയത്, അവിടേക്ക് 10 കിലോമീറ്റർ ആണ്. തിരിച്ച് അതേപോലെ തന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു, അപ്പൊ വീണ്ടും ഒരു 10 കിലോമീറ്റർ. അപ്പൊ മൊത്തം അവിടെ നമ്മൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20 കിലോമീറ്റർ ആയിരിക്കും. പക്ഷെ അവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ദൂരവും സ്ഥാനാന്തരവും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ അവിടേക്കുള്ള ഡയറക്റ്റ് അല്ലെങ്കിൽ നേർരേഖയിൽ വരുന്ന ആ ഒരു അകലമായിരിക്കും സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു ടേമാണ് വേഗം എന്ന് പറയുന്നത്. എന്താണ് വേഗം എന്ന് പറഞ്ഞാല് യൂണിറ്റ് സമയത്തില് ഒരു വസ്തു സഞ്ചരിച്ച ദൂരത്തെയാണ് നമ്മൾ വേഗം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇന്ന യൂണിറ്റില് ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ എത്ര ദൂരാണോ സഞ്ചരിച്ചത് അതിനെയാണ് വേഗത പറയുന്നത്, അല്ലെ? നമ്മളിപ്പോ അതിന്റെ ഒരു വേഗത, ഒരു വസ്തുവിന്റെ വേഗത എങ്ങനെയാ പറയുന്നത്? ഇത്ര ദൂരം എത്ര സമയം കൊണ്ടാണ് നമ്മൾ സഞ്ചരിച്ചത് നോക്കും, അതാണ് അതിന്റെ വേഗതയായിട്ട് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന പോലെ വേഗത്തിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാല് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓർത്ത് വെച്ചേക്കാം, വേഗത്തിന്റെ യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് എന്തെന്ന് പറയുന്നത്? പ്രവേഗം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടായിട്ടുള്ള സ്ഥാനാന്തരം ചോദിച്ചാൽ അതിനെയാണ് നമ്മൾ പ്രവേഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ഥാനാന്തരത്തിലാണ് എന്ത് കാണുക? പ്രവേഗം കാണാം. ഓക്കെ, വേഗം എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് സമയത്തില് ആ ഒരു വസ്തു സഞ്ചരിച്ച ദൂരം, ഇന്ന സമയം കൊണ്ട് എത്ര ദൂരാണ് നമ്മൾ കവർ ചെയ്തത്, അതാണ് അതിന്റെ വേഗത. എന്നാൽ പ്രവേഗം എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടായിട്ടുള്ള സ്ഥാനാന്തരത്തെയാണ് എന്തെന്ന് പറയുന്നത്? പ്രവേഗം എന്ന് പറയുന്നത്. പ്രവേഗം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഒരു സദിശ അളവാണ്. അവിടെ അത്രയും ഓർത്ത് വെച്ചാൽ മതി. ഇനി മറ്റൊരു ടേമാണ് ത്വരണം, അല്ലെ? ആക്സലറേഷൻ എന്ന് പറയും. ത്വരണം എന്ന് പറഞ്ഞാല് ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടായ പ്രവേഗ മാറ്റത്തിന്റെ അളവാണ് എന്തെന്ന് പറയുന്നത്? ത്വരണം എന്ന് പറയുന്നത്. അപ്പൊ ത്വരണം അഥവാ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടായിട്ടുള്ള പ്രവേഗ മാറ്റം, അതിനെയാണ് എന്തെന്ന് പറയാ? ത്വരണം എന്ന് പറയാം, അല്ലെ? പ്രവേഗ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും അവിടെ ആദ്യ പ്രവേഗം ഉണ്ടാവും, അന്ത്യപ്രവേഗം ഉണ്ടാവും, അല്ലെ? അതായത് പ്രവേഗം നമ്മൾ പറഞ്ഞു എവിടെയാ ഉണ്ടാവുക? സ്ഥാനാന്തരത്തിലാണ് ഉണ്ടാവുക, അല്ലെ? അതായത് ഇപ്പൊ ഇവിടുന്ന് ഒരാള് ഇങ്ങോട്ടേക്ക് യാത്ര പോവാണ്, ഡയറക്റ്റ് ആയിട്ട്, അല്ലെ? നേർരേഖയിലുള്ള യാത്രയാണ്. അപ്പൊ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവിടുന്ന് അയാൾ ചലിക്കുന്ന സമയമുണ്ടല്ലോ, ഈ ഒരു ഭാഗം, അതാണ് അതിന്റെ ആദ്യ പ്രവേഗം. അത് എവിടെയാണോ എത്തിച്ചേരുന്നത് അവിടെയാണ് അതിന്റെ അന്ത്യപ്രവേഗം എന്ന് പറയുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? പ്രവേഗമാറ്റം. ഈ പ്രവേഗമാറ്റത്തെ സമയം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? ത്വരണം കിട്ടും. അപ്പൊ മനസ്സിലായല്ലോ, ത്വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേഗമാറ്റം ബൈ സമയമാണ്. അവിടെ പ്രവേഗമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേഗമാറ്റം എന്ന് പറഞ്ഞാല് അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യപ്രവേഗം കുറയ്ക്കുക. അപ്പൊ നമുക്ക് അറിയില്ല എന്താണ് അന്ത്യപ്രവേഗം, എന്താണ് ആദ്യപ്രവേഗം എന്ന് സംശയമായി, അല്ലെ? അതായത് ഇവിടുന്ന് ഞാൻ പറഞ്ഞു, ഒരാള് ഇവിടുന്ന് യാത്ര തിരിക്കാണ്, നേർരേഖാ ദൂരത്തിലേക്ക് ഇങ്ങോട്ടേക്കാണ് യാത്ര തിരിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് അയാൾ ചലിക്കുന്ന സമയത്ത് ഇവിടെ അയാൾക്കുള്ളത് എന്താണ്? ആദ്യപ്രവേഗമാണ്. എവിടെയാണ് അയാളെ യാത്ര അവസാനിക്കുന്നത്? നേർരേഖയില്, അതാണ് അതിന്റെ അന്ത്യപ്രവേഗം. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അതിനെയാണ് പ്രവേഗമാറ്റം എന്ന് പറയുന്നത്. ആ പ്രവേഗമാറ്റത്തിന് സമയം കൊണ്ട് ഹരിച്ചാലാണ് ത്വരണം കിട്ടുക. ഓക്കെ, ഇവിടെ മനസ്സിലാക്കുക, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അന്ത്യപ്രവേഗമാണ്, അന്ത്യപ്രവേഗം. യു എന്ന് പറഞ്ഞാൽ എന്താണ്? യു എന്ന് പറഞ്ഞാല് ആദ്യപ്രവേഗം, ആദ്യപ്രവേഗം. ഓക്കെ, ഓർത്ത് വെച്ചേക്കണേ. യു കഴിഞ്ഞിട്ടല്ലേ വി വരിക? യു വി, അല്ലെ? അപ്പൊ യു എന്ന് പറഞ്ഞാൽ ആദ്യത്തേത്, യു കഴിഞ്ഞിട്ടാണ് വി വരിക. അപ്പൊ അത് യു എന്ന് പറഞ്ഞാൽ ആദ്യപ്രവേഗം, വി എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗം. ഇത് തമ്മിലുള്ള വ്യത്യാസം, അതിന് സമയം കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? ത്വരണം കിട്ടും. ക്ലിയർ അല്ലേ? കിട്ടാത്തവര് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ചിലപ്പോൾ ചില ആളുകൾക്കൊന്നും ഫിസിക്സ് അത്ര ദഹിക്കണം എന്നില്ല. അപ്പൊ എന്ത് ചെയ്യാ? മാക്സിമം റിവിഷൻ ചെയ്ത് റിവൈസ് ചെയ്ത് കേട്ട് പഠിക്കാം. ഇങ്ങനത്തെയുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യാട്ടോ, റെഡി ആയിക്കോളൂ. നമുക്കിനി അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാം. ഇതുമായി കണക്ട് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതുമായിട്ടുള്ള ഓരോരോ ടേംസ് നമ്മൾ ആദ്യം തന്നെ പഠിച്ചുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്ക് നോക്കാം. ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സമവാക്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിലോട്ടേക്കൊക്കെ വരാം. അതിന് മുന്നേ ആയിട്ട് ചലനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്സ് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്, അല്ലെ? കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഈ ഇക്വേഷനിലോട്ടേക്ക് വരാം.
ഓക്കെ, അപ്പൊ ചലനവുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ചലനങ്ങളുണ്ട്, അതായത് വിവിധ തരത്തിലുള്ള ചലനങ്ങൾ. അതിൽ ഓരോന്നായിട്ട് നോക്കാം നമുക്ക്. ഒന്നാമത്തേതാണ് നേർരേഖാ ചലനം. അത് പിന്നെ സിമ്പിൾ ആണ്, എല്ലാവർക്കും കിട്ടുന്നതാണ്. നേർരേഖാ ചലനം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? അതായത് ഒരു വസ്തുവിന്റെ നേർരേഖയിലുള്ള ചലനത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നേർരേഖാ ചലനം എന്ന് പറയുന്നത് അല്ലെ? ഒരു വസ്തുവിന്റെ നേർരേഖയിലുള്ള ചലനം, അതിനെയാണ് എന്തെന്ന് വിളിക്കുക? നേർരേഖാ ചലനം എന്ന് പറയാം അല്ലെ? അതായത് മാങ്ങൊക്കെ ഞെട്ടറ്റ് വീഴുക, ഞെട്ടറ്റ് വീഴുന്ന മാങ്ങയെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെയാണ്? നേരിട്ടിട്ട് വീഴുകയാണ് ചെയ്യുന്നത് അല്ലെ? അല്ലാതെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ടൊന്നും മാങ്ങ വീഴൂലല്ലോ. അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നേർരേഖയിൽ വീഴുന്നത്, അങ്ങനെയുള്ള ചലനമൊക്കെ എന്താണ്? നേർരേഖാ ചലനാണ്. അതുപോലെ തന്നെ ലിഫ്റ്റ്, ഉയരുക താഴുക, അതൊക്കെ എന്താ? നേർരേഖയിലല്ലേ പോകുന്നത്. അപ്പൊ അതൊക്കെ നേർരേഖാ ചലനത്തിൽ വരുന്നതാണ്. ഇനി മറ്റൊന്നാണ് ദോലനം. ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരിക. ദോലനമൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ദോലനം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, തുലനത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വസ്തുവിന്റെ ഇരുവശത്തേക്കുമുള്ള ചലനം അല്ലെ? ദോലനം എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ക്ലോക്കിന്റെ എന്താലോചിച്ചാൽ മതി? പെൻഡുലത്തിന്റെ ചലനം ആലോചിച്ചാൽ മതി അല്ലെ? ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതാണ് ദോലനത്തിന് ഉദാഹരണം. ഇതെന്താണ്? ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് ഒരു തുലനത്തെ ആസ്പദമാക്കി ഒരു വസ്തുവിന്റെ ഇരുവശത്തേക്കുമുള്ള ചലനം, അതിനെയാണ് ദോലനം എന്ന് പറയുന്നത്. ഊഞ്ഞാലിന്റെ ചലനം, ക്ലോക്കിന്റെ, പെൻഡുലത്തിന്റെ ചലനം ഒക്കെ എന്തൊരു ഉദാഹരണമാണ്? ദോലനത്തിന് ഉദാഹരണമാണ്. ഇനി ഇത് കുറച്ച് സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കമ്പനം എന്ന് വിളിക്കാം. ഓക്കെ, അതായത് ദോലനം കുറച്ചും കൂടി സ്പീഡിലാണ് അത് വർക്ക് ചെയ്യണമെങ്കിൽ അതിനെന്ത് വിളിക്കാം? കമ്പനം എന്ന് വിളിക്കാം. അതായത് ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കമ്പനം എന്ന് വിളിക്കുന്നത്. ദ്രുതഗതി എന്ന് പറഞ്ഞാൽ സ്പീഡിൽ ചെയ്യുക. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ദോലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു തുലനത്തെ ആസ്പദമാക്കിയിട്ട് ഇങ്ങോട്ടും ഉണ്ടാവും ചലനം. അപ്പൊ ഇത് കുറച്ച് സ്പീഡിൽ നടത്തുക, അതായത് ഇങ്ങോട്ടേക്ക് സ്പീഡിൽ പോവുക, അതിനെയാണ് കമ്പനം എന്ന് പറയുന്നത്. നമ്മുടെ ട്യൂണിംഗ് ഫോർക്ക്, റബ്ബർ ബാൻഡ് ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലെ? ഒരേ ഇതിലാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്തിനു ഉദാഹരണമാണ്? കമ്പനത്തിന് ഉദാഹരണമാണ്. ഓർത്ത് വെച്ചേക്കണേ. ദോലനം എപ്പോഴും ചോദിക്കാറുണ്ട്. ക്ലോക്കിന്റെ പെൻഡുലം, ഊഞ്ഞാലിന്റെ ചലനം ഒക്കെ എന്താ? ദോലനത്തിന് ഉദാഹരണമാണ്. ഇനി മറ്റൊരു ചലനമുണ്ട്, അതാണ് വർത്തുള ചലനം. എന്താണ് വർത്തുള ചലനം എന്ന് പറഞ്ഞാല്? ഒരു വസ്തുവിന്റെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് അല്ലെ? വർത്തുളം എന്ന് കേൾക്കുമ്പോഴേ കിട്ടും, എന്താണ്? വൃത്താകൃതിയിലാണ് അത് ചലിക്കുന്നത്. അതായത് നിങ്ങളിപ്പോ ഒരു കല്ല് കെട്ടിയിട്ടിട്ട് ഇങ്ങനെ കറക്കുകയാണെന്ന് വിചാരിക്കുക അല്ലെ? അതായത് ഒരു കറ്റത്ത് എന്തുണ്ടാവും? കല്ലുണ്ടാവും, അതിങ്ങനെ കറക്കുകയാണ്. നമ്മൾ ഇതിനെ കേന്ദ്രമാക്കിയിട്ട് ഈ കല്ല് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് കറക്കുന്ന സമയത്ത് ഈ കല്ല് എങ്ങനെയാ കറങ്ങുക അല്ലെ? ഈ ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും കറങ്ങുക അല്ലെ? നമ്മൾ ഇങ്ങനെ കറക്കൂലേ? ആ തറ്റത്ത് കല്ല് വെച്ചും കൊണ്ടാണ് കറക്കുന്നത്. അപ്പൊ ആ കല്ലിന്റെ ചലനം എന്ന് പറഞ്ഞാൽ എന്താ? വർത്തുള ചലനമാണ് അല്ലെ? കല്ല് എങ്ങനെയായിരിക്കും കറങ്ങുക? വൃത്താകൃതിയിലായിരിക്കും. അതാണ് എന്തിനു ഉദാഹരണം? വർത്തുള ചലനത്തിന് ഉദാഹരണം. അതുപോലെ തന്നെ സമവർത്തുള ചലനമുണ്ട്. അതായത് വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവും തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുക, അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ എന്താ? വൃത്താകൃതിയിലുള്ള ചലനമാണ്. അവിടെ തന്നെ സമവർത്തുള ചലനം എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യുന്നുണ്ട്? സമമായിരിക്കും. അതായത് തുല്യ സമയം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? തുല്യ ദൂരം സഞ്ചരിക്കുക. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ ക്ലോക്കില് സൂചിയുടെ ചലനം. ക്ലോക്കിൽ സൂചി എങ്ങനെയാ ചലിക്കുന്നത്? കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള ചലനമാണ് അവിടെ സംഭവിക്കുന്നത് അല്ലെ? അതായത് തുല്യ സമയം കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? തുല്യ ദൂരം സഞ്ചരിക്കുന്നത്. അങ്ങനെയാണ് അത് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ അതൊക്കെ എന്തിന് ഉദാഹരണമാണ്? സമവർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി മറ്റൊരു ചലനമുണ്ട്, അതാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയും അല്ലെ? പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. നമ്മുടെ മെയിൻസിന്റെ സിലബസിൽ തന്നെ ആ ടോപ്പിക് ആയിട്ട് എടുത്തു പറയുന്നുണ്ട് പ്രൊജക്ടൈൽ മോഷൻ. എന്താണ് പ്രൊജക്ടൈൽ മോഷന്? നമ്മളിപ്പോ അങ്ങനെ ചെരിഞ്ഞ ഒരു വസ്തു എറിയുന്ന സമയത്ത് അവിടെയുള്ള ഒരു ചലനം ചോദിച്ചാൽ അതെന്താണ്? പ്രൊജക്ടൈൽ മോഷൻ ആണ്. അതായത് ഒരു വസ്തുവിന്റെ അന്തരീക്ഷത്തിലൂടെയുള്ള ചരിഞ്ഞ ചലനമാണ് അല്ലെ? നമുക്കറിയാം ഡിസ്കസ് ത്രോ എറിയുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മുടെ ക്രിക്കറ്റ് ബോൾ എറിയുന്ന സമയത്ത് അതൊക്കെ എങ്ങനെയാണ്? ചെരിഞ്ഞിട്ടാണ് എറിയുന്നത് അല്ലെ? ഈ ഒരു ഷേപ്പിലാണ് എറിയുന്നത്, ചെരിഞ്ഞിട്ടാണ്, കുത്തനെയല്ല, നേരെയല്ല. എങ്ങനെയാണ്? ചെരിഞ്ഞിട്ടാണ് എറിയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചെരിഞ്ഞുള്ള ചലനമാണ്, ആ ഒരു വസ്തുവിന്റെ ചെരിഞ്ഞുള്ള ചലനത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രൊജക്ടൈൽ മോഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞ് എറിയുന്ന സമയത്ത് ഇവിടെ ഒരു ആകൃതി നിങ്ങൾക്ക് ഫീൽ ചെയ്യും അല്ലെ? ഇങ്ങനെ ഒരു ഷേപ്പിലാണ് പോകുന്നത് ഇപ്പൊ നമ്മൾ എറിയുന്ന സമയത്ത്. അപ്പൊ ഈ ഒരു ആകൃതിക്ക് പറയുന്ന പേരാണ് എന്ത്? പാരബോള എന്ന് പറയുന്നത്. ആ ഒരു ചെരിഞ്ഞ് എറിയുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ആകൃതിക്ക് പറയുന്ന പേരെന്താണ്? പാരബോള. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു എറിയൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചലനവുമായി ബന്ധപ്പെട്ട് അവിടെ കിട്ടുന്ന ഒരു എന്താ പറയാ കോണളവുണ്ട്, അതാണ് 45 ഡിഗ്രി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ് എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ ചോദിക്കാറുണ്ട്. എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്ത് വെച്ചേക്കാം.
അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ചലനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ വിവിധ തരത്തിലുള്ള ചലനങ്ങളെ പറ്റി പറഞ്ഞു. നേർരേഖാ ചലനമുണ്ട്, ദോലനമുണ്ട്. ദോലനം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വസ്തുവിന്റെ ഇരുവശത്തേക്കുള്ള ചലനമാണ്. അതുപോലെ കമ്പനം എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി സ്പീഡിൽ നടക്കുകയാണെങ്കിൽ അതെന്താണ്? കമ്പനമാണ്. ട്യൂണിംഗ് ഫോർക്കിലും റബ്ബർ ബാൻഡിലും ഒക്കെ അങ്ങനെയുള്ള ചലനമാണ് കമ്പനമായിട്ട് പറയുന്നത്. ഇനി വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ എന്താ? വൃത്താകൃതിയിലുള്ള അല്ലെങ്കിൽ വൃത്ത പാതയിലൂടെ നടക്കുന്ന ചലനമാണെങ്കിൽ അത് വർത്തുള ചലനമാണ്. ഒരു കല്ല് കെട്ടിയിട്ട് കറക്കുന്നത് എന്തിനു ഉദാഹരണമാണ്? വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. ഇനി അതൊരു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരത്തിലാണ് ഇങ്ങനെ വൃത്താകൃതിയിൽ ചലിക്കുന്നതെങ്കിൽ അതെന്താണ്? സമവർത്തുള ചലനമാണ്. പ്രൊജക്ടൈൽ മോഷൻ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാക്കുക ചെരിഞ്ഞുള്ള ചലനമാണ് അല്ലെ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ചെരിഞ്ഞെറിയുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? പ്രൊജക്ടൈൽ മോഷൻ അഥവാ പ്രൊജക്ടൈൽ രൂപത്തിലുള്ള ചലനമാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിസ്കസ് ത്രോ എറിയുന്നത്, ജാവലിൻ ത്രോ എറിയുന്നത്, ക്രിക്കറ്റ് ബോൾ എറിയുന്നത്, അതൊക്കെ എന്തിനു ഉദാഹരണമാണ്? പ്രൊജക്ടൈൽ മോഷന് ഉദാഹരണമാണ്. അവിടെ കിട്ടുന്ന ആ ഒരു പാതയുടെ ആകൃതിയെ പറയുന്ന പേരെന്താണ്? പാരബോളയാണ്. അതുപോലെ തന്നെ പ്രൊജക്ടൈലിന് പരമാവധി റേഞ്ച് ലഭിക്കുന്ന കോണളവ് ചോദിച്ചാൽ എന്താണ്? 45 ഡിഗ്രിയാണ്. ഓക്കെ, അവിടെ അത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. ഇനി നമുക്ക് ഈ പറയുന്ന ചലന സമവാക്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഇതൊന്ന് പഠിക്കാട്ടോ. ഇത് എവിടെയെങ്കിലും ഒന്ന് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് ഒട്ടിച്ച് വെക്കാട്ടോ. ഇത് നമുക്ക് പ്രിലിംസിന് വേണമെങ്കിൽ ചോദിക്കാം, വേണമെങ്കിൽ ചോദിക്കാതിരിക്കാം, അതൊക്കെ ഓപ്ഷണൽ ആണ്. പക്ഷെ മെയിൻസിന് വരുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ ഇപ്പോഴേ പഠിച്ച് റെഡിയാക്കി നിൽക്കുക. അപ്പൊ നമുക്ക് നോക്കാം ചലന സമവാക്യങ്ങള്. പ്രധാനമായിട്ട് നമുക്ക് 3 സമവാക്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ അത് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിലുള്ള ഓരോ കാര്യങ്ങളും എന്താണെന്ന് അറിയണം അല്ലെ. നമുക്ക് നോക്കാം. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ മുന്നേ പറഞ്ഞു അല്ലെ. യു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യു എന്ന് പറഞ്ഞാല് ആദ്യ പ്രവേഗമാണ് അല്ലെ. യു എന്ന് പറഞ്ഞാല് ആദ്യ പ്രവേഗമാണ്. വി എന്ന് പറഞ്ഞാൽ എന്താ? അന്ത്യപ്രവേഗമാണ് അല്ലെ. യു കഴിഞ്ഞിട്ടാണ് വി. അപ്പൊ മാറിപ്പോവില്ല. യു എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം, വി എന്ന് പറയുന്നത് അന്ത്യപ്രവേഗം. അതുപോലെ എസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥാനാന്തരത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സ്ഥാനാന്തരത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം എന്താ? എസ് ആണ്. അതുപോലെ ത്വരണം, ആക്സലറേഷനെ സൂചിപ്പിക്കുന്നത് ഏതാ? എ വെച്ചുകൊണ്ടാണ്. ആക്സലറേഷൻ അഥവാ ത്വരണത്തെ സൂചിപ്പിക്കുന്നത് എ ആണ്, സ്മോൾ ലെറ്റർ എ ആണ്. ഓക്കെ, അതുപോലെ തന്നെ സമയത്തെ സൂചിപ്പിക്കുന്നത് അത് പിന്നെ കുഴപ്പമില്ല അല്ലെ, ടി ആണ്, ടൈം ആണ്, അത് കിട്ടും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഈ പറയുന്ന 3 സമവാക്യങ്ങൾ നോക്കാം. അതിൽ ആദ്യത്തേത് വി ആണ്. വി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു അല്ലെ. എന്താ? അന്ത്യപ്രവേഗമാണ്. വി സമം എന്താ? യു പ്ലസ് എ ടി ആണ്. യു എന്ന് പറഞ്ഞാൽ ആദ്യപ്രവേഗമാണ്. എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ അഥവാ ത്വരണമാണ്. ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്. അതായത് യു പ്ലസ് എ ടി ആണ് വി എന്ന് പറയുന്നത്. അതുപോലെ അടുത്തൊരു സമവാക്യമാണ് എസ് എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എസ് എങ്ങനെയാ കാണുക? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. എന്താണ്? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഇവിടെ യു എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം, ടി എന്ന് പറഞ്ഞാൽ സമയം, അതുപോലെ എ എന്ന് പറഞ്ഞാല് ത്വരണം, ടി എന്ന് പറഞ്ഞാൽ സമയമാണ്. ഓക്കെ, ഇനി വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വി എന്ന് പറഞ്ഞാൽ എന്താ? യു സ്ക്വയർ പ്ലസ് 2as ആണ്. ഇവിടെ യു എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യ പ്രവേഗമാണ്. എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ അഥവാ ത്വരണമാണ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാന്തരമാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി നമ്മുടെ പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നോക്കട്ടെ. ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സമവാക്യം അല്ലെ. ഏതാണ് ഇതിൽ വരിക? ഇതൊക്കെ തെറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല. നമുക്ക് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് ഓപ്ഷൻ ഡി അല്ലെ. അതായത് നമ്മൾ പഠിച്ചത് എന്താണ്? യു സ്ക്വയർ അല്ലെ. യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, വി സ്ക്വയർ ആണോ പറഞ്ഞത്? മാറിപ്പോയോ? യു സ്ക്വയർ പ്ലസ് 2s അതന്നെയല്ലേ പറഞ്ഞത്? ഇത് മാറ്റി കൊടുത്തതാണ് അല്ലെ. അതായത് വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം യു സ്ക്വയർ പ്ലസ് 2as ആണ് അല്ലെ. ഡി അല്ല വരിക, ബി ആണ് വരിക. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ് അല്ലെ. ടി വരാൻ പാടില്ല, എസ് ആ വരേണ്ടത്. ഇതാണ് ശരിയായിട്ടുള്ളത്. അതായത് ഇത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല. നമുക്ക് ഇതിൽ നിന്ന് യു സ്ക്വയർ കണ്ടുപിടിച്ചൂടെ? ഈ ഒറ്റ സമവാക്യത്തിൽ നിന്ന് നമ്മൾ പഠിച്ച സമവാക്യമാണ് വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ പ്ലസ് 2as ആണ്. അതില് ഈ യു സ്ക്വയർ മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതിനെ മാത്രമായിട്ട് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? വി സ്ക്വയർ മൈനസ് 2as എന്ന് കൊടുക്കാൻ പറ്റും.
അത് ഇതിലാണ് പറയുന്നത്? ഓപ്ഷൻ ബിയിലാണ്. ഓക്കെ, അതായത് u² മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത്? v² നിന്ന് 2as അങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടാവും ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇക്വേഷൻ ആദ്യം ഒന്ന് തറവാക്കി പഠിക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ആദ്യമായിട്ട് കേൾക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ സ്കിപ്പ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പഠിക്കട്ടോ. നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ കൂടി പഠിക്കുമ്പോഴാണ് നമുക്ക് നല്ല റാങ്കിലോട്ടൊക്കെ എത്താനായിട്ട് സാധിക്കുക. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, നമ്മുടെ ചലനവുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ചലന നിയമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചലന നിയമവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ന്യൂട്ടന്റെ 3 ചലന നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിലെ ഒന്നാമത്തേത് ന്യൂട്ടന്റെ 1-ാം ചലന നിയമം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. പറയുന്നത് എന്താണ്? അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരും. ഇതാണ് ന്യൂട്ടന്റെ ചലന നിയമം. ഓക്കെ, അപ്പം നമ്മളിപ്പം ഏകദേശം 1 മണിക്കൂറായി ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പം പല ആളുകൾക്കും ഫിസിക്സ് ആകുമ്പോൾ കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ 20 മിനിറ്റോളം ക്ലാസ് കേൾക്കുക, അല്ലെങ്കിൽ അരമണിക്കൂർ, അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ ഇരിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ 1 മണിക്കൂർ വരെ ക്ലാസ് കേൾക്കുക. എന്നിട്ട് അത്രയും നേരം പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, പഠിച്ചതൊക്കെ കറക്റ്റ് ആയിട്ടൊക്കെ മനസ്സിലായിട്ടൊന്ന് ഉറപ്പ് വരുത്തുക. നോട്ട് ഉണ്ടെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് സെറ്റ് ആക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കാണുക കേട്ടോ. അല്ലാതെ ഒറ്റയടിക്ക് 1-2 മണിക്കൂറൊക്കെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിന്റെ ഒക്കെ നോട്ട് ഉണ്ടാക്കി പഠിക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ ഒരു സമയത്ത് തന്നെ റിവിഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തന്നെ നമുക്ക് അത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നത് എന്താണ്? ചലന നിയമങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യം പറഞ്ഞത് ഏതാ? ന്യൂട്ടന്റെ 1-ാം ചലന നിയമമാണ്. 1-ാം ചലന നിയമം എന്താ പറയുന്നത്? അതായത് അസന്തുലിതമായിട്ടുള്ള ഒരു ബാഹ്യ ബലത്തിന് വിധേയമാകുന്നത് വരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരും. ഇതിനെയാണ് ന്യൂട്ടന്റെ 1-ാം ചലന നിയമമായിട്ട് പറയുന്നത്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വസ്തു ഒന്ന് നിശ്ചലാവസ്ഥയിലായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കും. അതായത് ഇപ്പൊ ഒരു ബോള് ഒരു തറയിൽ അങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് ആ ബോൾ അവിടെ നിന്ന് അനങ്ങണമെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? ആ ബോളിനെ ആരെങ്കിലും പോയിട്ട് തട്ടണം, അല്ലെ? അല്ലാതെ അത് അവിടെ നിന്ന് അനങ്ങൂല. അല്ലെങ്കിൽ ഒരു ബോള് ഇങ്ങനെ ഉരുണ്ടു പോവുകയാണെന്ന് വിചാരിക്കുക. ആ ഉരുണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന ബോള് അതിനാരെങ്കിലും പിടിക്കുന്നത് വരെ അതെങ്ങനെ ഉരുണ്ടു പോയിക്കൊണ്ടിരിക്കും, അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. ഒരു ബാഹ്യബലത്തിന്, അതാണ് ഇവിടെ പറയുന്നത്. ബാഹ്യബലം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അത് ആരെങ്കിലും ആ ബോളിനെ തട്ടുക, അല്ലെങ്കിൽ അത് ആരെങ്കിലും ഒരാൾ ആ ബോളിനെ പോയി പിടിക്കുക. അങ്ങനെ ഒരു ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഓരോ വസ്തുവും എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഒരു നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരും. അല്ലെ, നിശ്ചലാവസ്ഥയിൽ എന്ന് പറയുമ്പോൾ അവിടെ ആ ബോൾ അങ്ങനെ നിശ്ചലമായിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പൊ അവിടെ ആ ബോളിനെ ആരെങ്കിലും തട്ടുന്നത് വരെ അതെന്ത് ചെയ്യും? ആ ഒരു നിശ്ചലാവസ്ഥയിലായിരിക്കും നിൽക്കുക, അല്ലെ? അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ടല്ലേ, ചലനത്തിൽ പോകുന്നതാണെങ്കിൽ, അതായത് ആ ബോൾ ഇങ്ങനെ ഉരുണ്ടു പോകുന്നതാണെങ്കിൽ അവിടെ നമ്മളൊരു ബാഹ്യബലം ഉപയോഗിക്കുകയാണ്, അവിടെ ആ ബോളിനെ പോയിട്ട് പിടിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ അതെന്ത് ചെയ്യും? അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു നിയമമാണ് എന്ത് പറയുന്നത്? ന്യൂട്ടന്റെ 1-ാം ചലന നിയമത്തിൽ പറയുന്നത്. അതായത് അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരും. ഇതാണ് ന്യൂട്ടന്റെ 1-ാം ചലന നിയമം പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 1-ാം ചലന നിയമത്തിലാണ് ബലവും ജഡത്വവും എന്ന് പറയുന്ന 2 ടേംസിനെ പറ്റിയിട്ടും എന്ത് ചെയ്തിട്ടുള്ളത്? ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ 1-ാം ചലന നിയമത്തിലാണ് എന്തിനെ പറ്റി പറയുന്നത്? ഫോഴ്സ് അഥവാ ബലവും അതുപോലെ തന്നെ ജഡത്വം എന്താണെന്നൊക്കെ നിർവചിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ബലം എന്ന് പറഞ്ഞാല്? ബലമൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അല്ലെ? അതായത് ഒരു വസ്തുവിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ നേർരേഖാ സമചലനത്തിനോ മാറ്റം വരുത്താനോ അതിനുള്ള പ്രവണത ഉളവാക്കാനോ വേണ്ടി ആ വസ്തുവിൽ പ്രയോഗിക്കേണ്ടത് എന്താണോ അതിനെയാണ് നമ്മൾ ബലം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു വസ്തു ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുന്ന സമയത്ത് ആ വസ്തുവിന് മാറ്റം വരണമെങ്കിൽ അവിടെ നമ്മൾ ആ വസ്തു ഉന്തുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വസ്തുവിനെ തള്ളുന്ന സമയത്താണ്, അല്ലെ, അവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു ബലം ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? ആ ഫോഴ്സ് അഥവാ ബലം എന്ന് പറയുന്നത്. അതായത് ആ വസ്തുവിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ അതിന്റെ ചലനത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉളവാക്കുന്നത്, ആ വസ്തുവിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് അതിനെ ബലം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ജഡത്വം അഥവാ ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് ജഡത്വം എന്ന് പറയുന്നത്, അല്ലെ? ജഡത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഒരു നിശ്ചലമായിട്ട് കിടക്കുന്ന ഒരു സാധനം, അതിന് എന്തായിരിക്കും തുടരാൻ ആവശ്യം? അല്ലെങ്കിൽ അത് എന്തിനുള്ള പ്രവണതയായിരിക്കും കാണിക്കുക? അങ്ങനെ തന്നെ നിശ്ചലാവസ്ഥയിൽ തന്നെ നിൽക്കാനുള്ള പ്രവണതയായിരിക്കും കാണിക്കുക, അല്ലെ? ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണെങ്കിൽ എന്താണ്? അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കാനുള്ള പ്രവണതയായിരിക്കും കാണിക്കുക,
അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നവരെ അത് ആ ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുക. ആ ഒരു അവസ്ഥേനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രവണതയെ പറയുന്ന പേരാണ് ജഡത്വം അഥവാ ഇനേർഷ്യ എന്ന് പറയുന്നത്. അല്ലാതെ അതിന് സ്വയമായിട്ട് അത് മാറാനുള്ള കഴിവില്ല, അല്ലെ? അല്ലാതെ ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിശ്ചലമായിട്ട് കിടക്കുകയാണ് ഒരു ബോൾ അവിടെ, ആ ബോൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, ചലിച്ചുകൊണ്ട് പോകുന്നില്ല. അവിടെ എന്തെങ്കിലും നമ്മളൊരു ബാഹ്യബലം കൊടുക്കണം. അപ്പം ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയാണ് എന്തെന്ന് പറയാ, ജഡത്വം എന്ന് പറയും. ഇനി ഈ ഒരു ജഡത്വം തന്നെ രണ്ട് തരത്തിൽ പറയും. എന്തൊക്കെയാണ്? നിശ്ചല ജഡത്വം ഉണ്ട്, അതുപോലെ തന്നെ ചലന ജഡത്വം ഉണ്ട്. നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുവിന് സ്വയം അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല, അല്ലെ? നമ്മൾ പറഞ്ഞു ഒരു ബോൾ അവിടെ തറയിൽ കിടക്കുകയാണ്, അതിനൊരു ചലനവും ഇല്ല, നിശ്ചലമായിട്ട് അവിടെ കിടക്കുകയാണ്. ആ ബോളിന് സ്വയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉരുണ്ടു പോവാനായിട്ട് സാധിക്കില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ തട്ടി കൊടുക്കുമ്പോഴേ അത് ഉരുണ്ടു പോവുള്ളൂ. അതാണ് പറയുന്നത്, നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് സ്വയമായിട്ട് അതിന്റെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ പറ്റില്ല. അത് നിശ്ചലാവസ്ഥയിലാണ് ഇരിക്കുന്നത്, അതിന് ചലിക്കാനായിട്ട് ഒറ്റയ്ക്ക് അതിന് സാധിക്കില്ല. അങ്ങനെയുള്ളതിനെ എന്തെന്ന് വിളിക്കും നമ്മള്? നിശ്ചല ജഡത്വം എന്ന് പറയും, അല്ലെ? ആ ഒരു പ്രവണതയാണ് അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക. അതുപോലെ തന്നെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അതിന്റെ ചലനാവസ്ഥയിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഉരുണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പന്ത്, ആ പന്ത് പെട്ടെന്ന് വെച്ചിട്ട് അങ്ങോട്ട് നിൽക്കൊന്നുമില്ല, അല്ലെ? ആ പന്തിന് ആരെങ്കിലും തടയുമ്പോഴാണ് അത് അവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയാ? ചലന ജഡത്വം എന്ന് പറയുന്നത്. അതായത് സമചലനത്തിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ചലന ജഡത്വം. ജഡത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, അതിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ബോളിന്റെ കേസിൽ പറഞ്ഞ പോലെ നിശ്ചലമായിട്ടിരിക്കുകയാണെങ്കിൽ അതിന് സ്വയമായിട്ട് ചലിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് സ്വയമായിട്ട് അതിന്റെ ചലനം നിർത്താനായിട്ട് സാധിക്കില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അവിടെ ഒരു ബാഹ്യബലം പ്രയോഗിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ അവസ്ഥയിൽ മാറ്റം വരുത്തുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. നിശ്ചല ജഡത്വമാണെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ പെട്ടെന്ന് പിന്നോട്ട് ആടുകയാണ് ചെയ്യുക, അല്ലെ? പിന്നോട്ടേക്ക് പോകും, അല്ലെ? ബസ്സിൽ സാധാരണ നിൽക്കുന്ന സമയത്ത് അവിടെ എന്താ, നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ്, പെട്ടെന്ന് എങ്ങോട്ടേക്ക് പോവാ, പെട്ടെന്ന് അത് മുന്നോട്ടെടുത്ത്, ബസ് മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പിന്നോട്ടേക്കാണ് പോകുന്നത്. അവിടെ എന്താണ്? നിശ്ചല ജഡത്വമാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നിരപ്പായ തറയിൽ ഉരുട്ടിവിട്ട പന്ത് അതെന്ത് ചെയ്യും? പോയിക്കൊണ്ടേയിരിക്കും, അല്ലെ? അതെന്താ? ചലന ജഡത്വമാണ്. അവിടെ എപ്പോഴാണ് അതിനെ തടയുന്നത് അപ്പോഴാണ് അത് അവിടെ നിൽക്കുന്നത്, അല്ലാതെ അതെന്താണ്? സ്വയമായിട്ട് അവിടെ നിൽക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളത് എന്താ? ചലന ജഡത്വമാണ്. ഓക്കെ അല്ലേ? ഇനി ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മുടെ ഒന്നാം ചലന നിയമത്തിൽ പറയുന്നത്. ഇനി രണ്ടാം ചലന നിയമത്തിൽ പറയുന്നത് ആക്കം എന്ന് അഥവാ മൊമെന്റം, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ രണ്ടാം ചലന നിയമത്തില് മൊമെന്റത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. മൊമെന്റം അഥവാ ആക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കാൻ കഴിയുന്ന ആഘാതത്തെയാണ് എന്തെന്ന് പറയുന്നത്? ആക്കം എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു വസ്തു മറ്റൊരു വസ്തുവില് കൊടുക്കുന്ന ഒരു ആഘാതം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആക്കം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാരൊക്കെ ബോൾ പിടിക്കുന്ന സമയത്ത്, അല്ലെ? ബോൾ എങ്ങനെയാ വരിക? വളരെ സ്പീഡിലായിരിക്കും വരിക. അപ്പൊ പെട്ടെന്ന് ബോൾ പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവര് കൈയിൽ പിടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ചലിപ്പിക്കുന്നുണ്ട്, അല്ലെ? ബോൾ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകല്ലേ ചെയ്യുക. നമ്മുടെ ബോൾ എങ്ങനെ പിടിക്കുക? സാധാരണ നിങ്ങൾക്ക് ക്യാച്ച് പിടിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും, പെട്ടെന്ന് ബോൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവിടെ എന്താണ്? നമ്മൾ ഡയറക്റ്റ് വരുന്ന സമയത്ത് അവിടെ ഒരു ആഘാതം ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതം, അല്ലെ? അത് സ്പീഡിൽ വരികയാണ് ആ ബോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ബോളിന് അവിടെ കയ്യില് ഒരു ആഘാതം ഏൽക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അവള് കുറച്ച് പിന്നോട്ടേക്ക് എടുക്കണം ആ ആഘാതം കുറയ്ക്കാനായിട്ട്. അപ്പൊ അതൊക്കെ എന്തിന് പറയുന്നതാണ്? ആക്കവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെയാണ് ഗ്ലാസ് പാത്രങ്ങൾ അടക്കി വെച്ചിരിക്കുന്ന പാക്കറ്റുകളിൽ സ്പോഞ്ച് അല്ലെങ്കിൽ വൈക്കോൽ നിറയ്ക്കാറുണ്ട്. അവിടെയും ഈ ഒരു ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഗ്ലാസ് പാത്രങ്ങളുടെ ഇടയിൽ എന്ത് നിറയ്ക്കുന്നത്? വൈക്കോൽ നിറയ്ക്കുന്നത്, അല്ലെ? അവിടെ എന്താണ്? രണ്ട് ഗ്ലാസ് പാത്രങ്ങൾ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? രണ്ടും കൂടി ചലിക്കുന്ന സമയത്ത് അത് ആഘാതത്തിന്മേൽ അത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യും? സ്പോഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈക്കോലൊക്കെ വെക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്തിന് പറയുന്നത്? രണ്ടാം ചലന നിയമത്തിൽ പറയുന്നത്. രണ്ടാം ചലന നിയമം എന്താ പറയുന്നത്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതം, അല്ലെ? അതിനെയാണ് ആക്കം പറയുന്നത്. ഈ ആക്കത്തെ പറ്റി പറയുന്നത് ഏതിലാണ്? ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമത്തിലാണ്. അതുപോലെ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന്റെ ആക്കം എന്ന് പറയുന്നത് എന്തായിരിക്കും? പൂജ്യമായിരിക്കും, അല്ലെ?
നിശ്ചലമായിട്ട് നിൽക്കുകയാണ്, അവിടെ ചലിക്കുന്നില്ല. അപ്പൊ നിശ്ചലമായിട്ടുള്ള അവസ്ഥയിൽ ആ വസ്തുവിന്റെ ആക്കം എന്തായിരിക്കും? അവിടെ പൂജ്യമായിരിക്കും. അവിടെ ആഘാതം ഏൽപ്പിക്കൂല, അതുകൊണ്ടാണ് അവിടെ പൂജ്യം എന്ന് പറയുന്നത്. ചലിക്കുന്ന വസ്തുവിന്റെ ആക്കം എന്തായിരിക്കും? അത് സ്ഥിരമായിരിക്കും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിലാണ് ആഘാതം ഉണ്ടാവുക. അപ്പൊ ചലിക്കുന്ന വസ്തുവിന്റെ ആക്കം എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരമായിരിക്കും. ഓക്കെ, നിശ്ചലമാണെങ്കിൽ അവിടെ എന്താ? പൂജ്യമായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ ചലന നിയമം നോക്കാം. മൂന്നാമത്തെ ചലന നിയമം എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. അതായത് ഏതൊരു പ്രവൃത്തിക്കും എന്തുണ്ടാവും? തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവൃത്തി ഉണ്ടായിരിക്കും. അതാണ് എന്തിൽ പറയുന്നത്? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ഏതൊരു ബലത്തിന് തുല്യവും വിപരീതവുമായിട്ടുള്ള പ്രതിബലം ഉണ്ടായിരിക്കും. ഇതാണ് എന്താ? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിൽ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ എന്താ പറയാ, തോണി തുഴയുന്ന സമയത്ത് അല്ലെ, തോണി എങ്ങനെയാ തുഴയുക? തോണി ഇങ്ങോട്ടേക്ക് ബാക്കിലോട്ടേക്കാണ് അത് തുഴഞ്ഞു പോവുക. ഇങ്ങനെ ബാക്കിലോട്ടേക്ക് തുഴയുന്ന സമയത്താണ് തോണി മുന്നോട്ടേക്ക് പോകുന്നത്. അതായത് നമ്മളിവിടെ ഒരു ബലത്തിന് ഒരു എന്താ പറയാ, ഒരു ബലത്തിന് തുല്യവും വിപരീതമായിട്ടുള്ള ഒരു പ്രതിഫലമാണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് ഏതൊരു ആക്ഷനും എന്തുണ്ടായിരിക്കും? മറ്റൊരു ആക്ഷൻ ഇങ്ങോട്ടുണ്ടാവും. അതാണ് ഏതിൽ പറയുന്നത്? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയാറുള്ളതാണ്. ഇപ്പം ഒരു തോണി കരയ്ക്കടുത്ത് നിൽക്കുകയാണ്. ആ തോണിയിൽ നിന്ന് നമ്മള് പുറത്തേക്ക് വരുന്ന സമയത്ത്, അതായത് തോണി കരയോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത്, തോണിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അല്ലെ, ഒരു കാല് അവിടെ അമർത്തിയിട്ട് മറ്റേ നമ്മൾ കരയിലേക്ക് ചാടുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് ഒരു കാല് പോകുന്ന സമയത്ത് തോണി എന്ത് ചെയ്യുന്നുണ്ട്? പിറകിലോട്ടേക്ക് പോകുന്നുണ്ട് അല്ലെ. അതായത് ആ മുന്നോട്ടേക്ക് പോകുന്ന അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു ആക്ഷൻ ഇങ്ങോട്ടേക്ക് പിന്നോട്ടേക്കും വരുന്നുണ്ട്. അതായത് ഏതൊരു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആക്ഷനും വിപരീതമായിട്ട് പ്രതിപ്രവൃത്തി ഉണ്ടാകുന്നതാണ് ഇതിൽ പറയുന്നത്? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിൽ പറയുന്നത്. ഓക്കെ, അതായത് ഏതൊരു പ്രവൃത്തിക്കും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവൃത്തി ഉണ്ടാകും. അതാണ് ഇത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. അവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെ ഓർത്ത് വെക്കാൻ പറ്റും? തോണി തുഴയുന്ന സമയത്തിലെ തോണി തുഴയുന്നത് പിന്നോട്ടേക്കാണ്, തോണി മുന്നോട്ടേക്കാണ് പോകുന്നത്. അതായത് ഇങ്ങോട്ടേക്ക് എടുക്കുന്ന ആക്ഷന് വിപരീതമായിട്ട് മറ്റൊരു ആക്ഷൻ അവിടെ നടക്കുകയാണ്. അതുപോലെ തന്നെ തോണിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വള്ളത്തിൽ ചവിട്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് വള്ളം അഥവാ തോണി പിന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ കാല് അങ്ങോട്ടേക്കല്ലേ പോകുന്നത്. നമ്മൾ മുന്നോട്ടേക്ക് കുതിക്കുമ്പോൾ തോണി പിന്നോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഭാഗത്തിലൂടെ കിടക്കാം. ലാസ്റ്റ് ഇനി കുറച്ച് ബലങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതും കൂടി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം തീരും കേട്ടോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് വന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം, അതിലൂടെ പഠിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം ഏത് എന്ന് ചോദിക്കാം. എന്താണത്? അതിനെയാണ് ശ്യാന ബലം അഥവാ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. വിസ്കോസിറ്റി. ഓക്കെ, അപ്പൊ എന്താണ് വിസ്കോസിറ്റി അഥവാ ശ്യാനബലം എന്ന് പറഞ്ഞാൽ? ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഒരു ഘർഷണ ബലമാണ് ഏത്? ശ്യാനബലം എന്ന് പറയുന്നത്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദ്രാവകം, അപ്പൊ അങ്ങനെയുള്ള അവിടെ കൊടുക്കുന്ന ഒരു ബലമാണ്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അതായത് ഇപ്പം എന്താ പറയാ, ഗ്ലിസറിന്, അതുപോലെ തന്നെ തേന്, ഇതൊക്കെ ഈ പറയുന്ന പോലെ ശ്യാനബലം കൂടുതലുള്ള ദ്രാവകങ്ങളാണ്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതിലൊക്കെ എന്തുണ്ട്? അതിനുള്ള ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകം ഉണ്ട് അല്ലെ. അതായത് അവിടെ ഒരു ഘർഷണ ബലം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഒരു ഘർഷണമാണ്, ഒരു ഘർഷണ ബലമാണ്. ഓക്കെ, ഇതിന് പ്രകാരം എന്ത് ചെയ്യും? അതിന്റെ ഒരു ഒഴുക്കിനെ അവിടെ നിയന്ത്രിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പം വിസ്കോസിറ്റി കുറഞ്ഞത് ഏതാണെന്ന് ചോദിച്ചാൽ ജലമാണെന്ന് നമുക്ക് പറയാം. കാരണം എന്താ? ജലം പെട്ടെന്ന് അങ്ങ് ഒഴുകിപ്പോകും. എന്നാൽ അതുപോലെയല്ല ഗ്ലിസറിൻ ആണെങ്കിലും തേനാണെങ്കിലും അല്ലെ, അതൊക്കെ എങ്ങനെയാണ് രക്തമൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് ഒഴുകി പോകില്ല. അപ്പൊ അവിടേക്ക് എന്താണ്? അതിന്റെ ശ്യാനബലം കൂടുതലായിരിക്കും, വിസ്കോസിറ്റി കൂടുതലായിരിക്കും. വിസ്കോസിറ്റി കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയുള്ള ദ്രാവകങ്ങളുടെ ഒഴുക്ക് കുറവായിരിക്കും. അവിടെ എന്താണ്? അവിടെയുള്ള ഒരു ഘർഷണ ബലമാണ്, അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് എന്തെന്ന് പറയുന്നത്? ശ്യാനബലം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ബലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പൊ ബലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിലെ ഫോഴ്സ് എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഒരു വസ്തുവിന്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് എന്തെന്ന് പറയുന്നത്? ഫോഴ്സ് അഥവാ ബലം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബലം എന്ന് പറഞ്ഞാൽ എന്താ? MA ആണ് അല്ലെ. M എന്ന് പറഞ്ഞാൽ മാസ് ആണ്, അതുപോലെ തന്നെ A എന്ന് പറഞ്ഞാൽ ത്വരണമാണ്. അപ്പം ബലം അഥവാ ഫോഴ്സ് ഈക്വൽ ടു എന്താണ്? മാസ് ഇൻറ്റു ത്വരണമാണ്. മാസ് ഇൻറ്റു ത്വരണം. F സമം എന്താ? MA. ഇതാണ് ബലത്തിന്റെ ഇക്വേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, അതായത് ഒരു വസ്തുവില് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതിനെയാണ് ബലം എന്ന് പറയുന്നത്. ഈ ബലം എന്ന് പറഞ്ഞാൽ എന്താ? എന്തൊക്കെ തമ്മിലുള്ള ഗുണിക്കുമ്പോഴാണ് ബലം കിട്ടുന്നത്? ആ വസ്തുവിന്റെ മാസ്,
അതിനെ എന്ത് ചെയ്യുക, അതിന്റെ ത്വരണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബലം കിട്ടും. അതായത് എഫ് ഈക്വൽ ടു എം ഇൻറ്റു എ. എം എന്ന് പറഞ്ഞാൽ മാസ് ആണ്, എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. ഇനി ബലത്തിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? അത് ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ എന്താണ്? ന്യൂട്ടൺ ആണ്. ഓക്കെ, അതുപോലെ ബലത്തിന്റെ CGS യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ അതെന്താ? ഡൈൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ബലത്തിന്റെ CGS യൂണിറ്റ്, ബലത്തിന്റെ SI യൂണിറ്റ് ആണെങ്കിൽ അത് ന്യൂട്ടൺ ആണ്. എന്നാൽ CGS യൂണിറ്റ് ചോദിച്ചാൽ അതെന്താ? ഡൈൻ ആണ്. അതുപോലെ ഒരു N അല്ലെങ്കിൽ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? 10⁵ ഡൈൻ ആണ്. ഇതൊരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഓർത്തു വെച്ചേക്കാം. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബലത്തിന്റെ യൂണിറ്റ് SI യൂണിറ്റ് ചോദിച്ചാൽ ന്യൂട്ടൺ ആണ്. എന്നാൽ ബലത്തിന്റെ CGS യൂണിറ്റ് ചോദിച്ചാൽ അതെന്താണ്? ഡൈൻ ആണ്. ഒരു N അല്ലെങ്കിൽ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈൻ ആണ്. ഓക്കെ, ഇനി ബലവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ വരുന്നതാണ് ന്യൂക്ലിയർ ബലവും അതുപോലെ തന്നെ ഭൂഗുരുത്വാകർഷണ ബലവും. ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? അതാണ് ന്യൂക്ലിയർ ബലം എന്ന് പറയുന്നത്. പഠിക്കണേ, പ്രകൃതിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ബലം ചോദിച്ചാൽ അതേതാണ്? ന്യൂക്ലിയർ ബലമാണ്. എന്നാൽ പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള ബലം ചോദിച്ചാൽ അതേതാണ്? ഭൂഗുരുത്വാകർഷണ ബലമാണ്. അപ്പൊ പ്രകൃതിയിലെ ഏറ്റവും എന്താണ്? ദുർബലമായിട്ടുള്ള ബലമാണ് ഏത്? ഭൂഗുരുത്വാകർഷണ ബലം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലോട്ടേക്ക് ആകർഷിക്കുന്നുണ്ട്. അവിടെ കൊടുക്കുന്ന ആ ഒരു ബലമാണ് ഏത്? ഭൂഗുരുത്വാകർഷണ ബലം. അപ്പം ഈ പറയുന്ന പോലെ പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. എന്നാൽ പ്രകൃതിയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ബലമാണെങ്കിൽ അതെന്താ? ന്യൂക്ലിയർ ബലമാണ്. ഇനി മറ്റൊന്നുണ്ട്, ഘർഷണ ബലം. ഇവിടുന്ന് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. ഘർഷണ ബലം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, എന്താണ് ഘർഷണം എന്ന് പറഞ്ഞാൽ? അല്ലെ, നമ്മളിപ്പം റോഡിലൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെ നമുക്ക് നല്ലപോലെ നടക്കാൻ പറ്റുന്നപ്പോ നമ്മൾ ചെരുപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഒരു ഗ്രിപ്പ് കൊടുക്കാറുണ്ട് അല്ലെ? അവിടെ എന്താണ്? അവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് നടക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്താണ്? ഒരു ഘർഷണം ഫീൽ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഘർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോൾ അവിടെയുള്ള ചലനത്തെ എതിർക്കുന്ന ബലമാണ് എന്തെന്ന് പറയുന്നത്? ഘർഷണ ബലം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് മിനുസമായിട്ടുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ മിനുസമായിട്ടുള്ള പ്രതലത്തിലൂടെ കടത്താൻ പറ്റില്ല അല്ലെ? അവിടെ എന്താണ്? അവിടെ സ്ലിപ്പായി പോകും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഘർഷണം എന്ത് ചെയ്യണം? അവിടെ ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പം ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുന്ന സമയത്ത് അവിടെ ആ ചലനത്തെ എതിർക്കുന്ന ബലമാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. ഈ ഘർഷണവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പറയാറുണ്ട്, ഉരുളൽ ഘർഷണവും നിരങ്ങൽ ഘർഷണവും. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വസ്തു നിരപ്പായ ഒരു പ്രതലത്തിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു വളരെ വെയിറ്റ് കുറഞ്ഞതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പെട്ടെന്ന് അങ്ങ് എടുക്കാൻ പറ്റും അല്ലെ? പെട്ടെന്ന് അത് നീക്കി എടുക്കാൻ പറ്റും. എന്നാൽ കുറച്ച് വെയിറ്റ് ഉള്ള ഒരു വസ്തു ആണെന്ന് വിചാരിക്കാം. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ എന്ത് ചെയ്യുന്ന വലിക്കുന്ന സമയത്ത് പെട്ടെന്ന് കിട്ടില്ല. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എന്താ പറയുക, ഒരു ബലം അവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ? തറ അവിടെ ആ ഒരു വസ്തുവിന് മേലൊരു ബലം കൊടുക്കുന്നുണ്ട്. അതെയാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വെയിറ്റ് കൂടുമ്പോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഘർഷണ ബലം കൂടും. ഓക്കെ, അപ്പൊ അവിടെ മനസ്സിലാക്കുക. ഇനി ഉരുളൽ ഘർഷണം എന്ന് പറഞ്ഞാല് ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ട്രോളി ബാഗ് ഒക്കെ നമ്മൾ ഉരുട്ടിയിട്ട് ഒരു പ്രതലത്തിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ എന്താ നടക്കുന്നത്? ഉരുളൽ ഘർഷണമാണ് അല്ലെ? അത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. എന്നാൽ ആ സ്ഥാനത്ത് ഈ പറയുന്ന പോലെ ട്രോളിന്റെ അടിയിൽ ചക്രങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കാം. ആ സമയത്ത് നമുക്കത് വലിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? കാരണം അവിടെ തറ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു കുറച്ചും കൂടി കൂടുതൽ ഘർഷണം കൊടുക്കും. അപ്പൊ അത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല. അതെന്താണ്? നിരങ്ങൽ ഘർഷണമാണ്. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു നിരപ്പായ പ്രതലത്തില് നമ്മൾ എന്ത് ചെയ്യാണ്? എന്തെങ്കിലും ഒരു സാധനം വലിച്ചുകൊണ്ട് എടുക്കാന്ന് വിചാരിക്കാം. ആ സമയത്ത് അവിടെ എന്താണ്? അവിടെ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? എന്നാൽ അവിടെ ടയർ വെച്ചിട്ട് എന്തെങ്കിലും നമ്മൾ അവിടെ യൂസ് ചെയ്തുകൊണ്ട് അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ഉരുളൽ ഘർഷണം എന്ന് പറയുന്നത് നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. അപ്പൊ ഏതിനാണ് ഘർഷണം കുറവുള്ളത്? ഉരുളൽ ഘർഷണത്തിനാണ് അല്ലെ? ഉരുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ആ ഒരു ചക്രത്തിൻ്റെതാണെങ്കിൽ അവിടെ നമുക്ക് ഈസി ആയിട്ട് ആ ട്രോളി നമുക്ക് വലിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. പക്ഷെ അവിടെ ഈ പറയുന്ന പോലെ ഒരു ചക്രങ്ങളൊന്നും ഇല്ല, നിരപ്പായിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്കത് വലിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് അവിടെ നിരങ്ങലാണ് നടക്കുന്നത് അല്ലെ? അപ്പൊ ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മേൽ മുകളിലൂടെ നിരക്കി അല്ലെങ്കിൽ നിരങ്ങി നീക്കുന്നതിനെയാണ് നിരങ്ങൽ ഘർഷണം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത് ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, അപ്പൊ അതവിടെ ഓർത്തു വെക്കുക. അതാണ് ഘർഷണ ബലത്തെ പറ്റി പറയുന്നത്. ഇനി ഈ ഒരു ഘർഷണം കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്നേഹകങ്ങൾ എന്ന് പറയുന്നത്, അഥവാ ലൂബ്രിക്കന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഘർഷണം, ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ യന്ത്രങ്ങളൊക്കെ പറ്റി പറയുന്ന സമയത്ത് അവിടെ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്?
അല്ലെ, ഒരുപാട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ യന്ത്രങ്ങൾക്കൊക്കെ ഘർഷണം കൂടും. ആ സമയത്ത് എന്തെങ്കിലും ലൂബ്രിക്കന്റുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ, കുറച്ചും കൂടി മിനുസമാക്കാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും ഓയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളതിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കന്റ് എന്ന് പറയുന്നത്. ഒരു സ്നേഹകമായിട്ട് പറയുന്ന വസ്തുവാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാഫൈറ്റ് എന്തിനു ഉദാഹരണമാണ്? സ്നേഹകത്തിന് ഉദാഹരണമാണ്. അതായത് ഘർഷണത്തിന്റെ ആ ഒരു തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് യന്ത്രങ്ങളിലൊക്കെ ഒരുപാട് കാലം വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ഘർഷണം കൂടും. ആ സമയത്ത് അതിനൊന്ന് മിനുസപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഓയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതാണ് സ്നേഹകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ യന്ത്രങ്ങളിൽ ബോൾ ബെയറിങ്ങുകൾ എന്ത് ചെയ്യാറുണ്ട്, ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. യന്ത്രങ്ങളിൽ എന്താ ചെയ്യാറ്, ബോൾ ഉപയോഗിച്ചിട്ടുള്ള ബെയറിങ്ങുകളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഘർഷണം അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ടേം നമുക്ക് പഠിക്കാനുള്ളത് പ്ലവക്ഷമ ബലത്തെ പറ്റിയിട്ടാണ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്ലവന തത്വം. പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു വസ്തു ഒരു ദ്രവത്തിൽ മുങ്ങിയിരുന്നു കഴിഞ്ഞാൽ ആ ദ്രവം ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ഒരു ബലമുണ്ട്. അതിനെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്, ഒരു വസ്തു ഒരു ദ്രവത്തില് മുങ്ങിയിരിക്കുന്ന സമയത്ത് അതിലുള്ള ഒരു ദ്രവം ഉണ്ടല്ലോ, ആ ദ്രവം ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ഒരു ബലം, അതിനെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു തത്വമാണ് പ്ലവന തത്വം എന്ന് പറയുന്നത്. ഈ പ്ലവന തത്വം ആവിഷ്കരിച്ചത് ആരാണെന്ന് അറിയോ? അദ്ദേഹത്തിന്റെ പേരാണ് ആർക്കിമിഡീസ് എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മുങ്ങിയിരിക്കുന്ന ഒരു വസ്തു, ഒരു എന്തെങ്കിലും ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് അത് ആദേശം ചെയ്യുന്ന ദ്രവ്യത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ഡ്രമ്മിൽ കുറച്ച് വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആ ഒരു സാധനത്തിന്റെ ഭാരവും ആ വെള്ളത്തിന്റെ ഭാരവും തുല്യമാണ് എന്നാണ് ഇതിൽ പറയുന്നത്, പ്ലവന തത്വത്തിൽ പറയുന്നത്. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, പ്ലവക്ഷമ ബലം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പ്ലവന തത്വം ആരുടേതാണെന്ന് ഓർത്തു വെച്ചേക്കാം. ആരുടേതാണ്? ആർക്കിമിഡീസിന്റേതാണ്. അപ്പൊ എന്താണ് പ്ലവന തത്വം പറയുന്നത്? ഒരു വസ്തു ഒരു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും അത് ഏത് ദ്രാവകത്തിലാണോ പൊങ്ങിക്കിടക്കുന്നത് ആ ദ്രാവകത്തിന്റെ ഭാരവും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഓക്കെ, അതൊന്നും അവിടെ ഓർത്തു വെച്ചേക്കാം. ഇനി മറ്റൊന്നാണ് പാസ്കൽ നിയമം. പാസ്കൽ നിയമം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു മർദ്ദം അത് എല്ലായിടത്തും ഒരുപോലെയാണ് അനുഭവപ്പെടുക. ഇപ്പം ഒരു പാത്രത്തില് കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു സൈഡില് നമ്മളത് എന്താ ചെയ്യാണ്, ഒന്ന് പ്രസ് ചെയ്യാണെന്ന് വിചാരിക്കും. അവിടെ നമുക്ക് കൊടുക്കുന്ന ആ ഒരു മർദ്ദം അതിന്റെ എല്ലാ ഭാഗത്തും എന്തായിരിക്കും, ഒരുപോലെ ആയിരിക്കും അനുഭവപ്പെടുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പാസ്കൽ നിയമം എന്ന് പറയുന്നത്. ഈ ഒരു പാസ്കൽ നിയമം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് പ്രസ്. അതങ്ങ് പഠിച്ചു വെച്ചേക്കാം. പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉപകരണങ്ങളാണ് ഏത്? ഹൈഡ്രോളിക് ജാക്കും ഹൈഡ്രോളിക് ബ്രേക്ക്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് പ്രസ്. ഓക്കെ, അപ്പം റിപ്പീറ്റ് ചെയ്ത് കേൾക്കട്ടോ, ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. നമുക്ക് ഈ പോർഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മനസ്സിലാവാത്തവര് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്ത് കേട്ട് പഠിക്കണേ. വീണ്ടും റിവൈസ് ചെയ്യുന്നില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇനി അടുത്ത് നോക്കാം. അടുത്തത് അഡിഷനും കൊഹിഷനും അതുപോലെ തന്നെ കേശികത്വം. ഇത് ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. കേശികത്വം എപ്പോഴും ചോദിക്കുന്നതാണ്. കേശികത്വം എന്ന് പറഞ്ഞാൽ എന്താ? കേശികത്വം എന്ന് പറഞ്ഞാല് നേരിയ കുഴലിലൂടെ ദ്രാവകങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം എന്ന് പറയുന്നത്. ഈ കേശികത്വം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പിക്ചർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ പണ്ടത്തെ മണ്ണെണ്ണ വിളക്കുണ്ടല്ലോ, ഈ മണ്ണെണ്ണ വിളക്കില് ആ തിരിയിലൂടെയാണ് എണ്ണ മുകളിലോട്ടേക്ക് കയറി പോകുന്നത് അല്ലെ, ആ ഒരു പ്രതിഭാസമാണ് എന്താ, കേശികത്വം എന്ന് പറയുന്നത്. അതായത് നേരിയ കുഴലിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ദ്രാവകങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുകയോ അല്ലെങ്കിൽ താഴുകയോ ചെയ്യുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് എന്തെന്ന് വിളിക്കുക, കേശികത്വം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അഡിഷൻ ബലം എന്താ, കൊഹിഷൻ ബലം എന്താന്നൊക്കെ ചോദിക്കാറുണ്ട്. അഡിഷൻ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് അഡിഷൻ ബലം എന്ന് പറയുന്നത്. കൊഹിഷൻ ബലം എന്ന് പറഞ്ഞാൽ ഒരേ ഇനം തന്മാത്രകളായിരിക്കും. ഓക്കെ, അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള തന്മാത്രകളാണെങ്കിൽ അവർ തമ്മിലുള്ള ആകർഷണ ബലത്തെ വിളിക്കുന്ന പേരെന്താ, അഡിഷൻ ബലമാണ് അല്ലെ. വ്യത്യസ്ത ആളുകളാണെങ്കിൽ അവിടെ അടി കൂടുന്ന ആലോചിച്ചാൽ മതി. അപ്പൊ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണെങ്കിൽ അത് അഡിഷൻ ബലമാണ്. എന്നാൽ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ എന്താ വിളിക്കുക, അതിനെ കൊഹിഷൻ ബലം എന്നാണ് വിളിക്കുക. ഓക്കെ, അതവിടെ ഓർത്തു വെച്ചേക്കാം. ഇനി മറ്റൊന്നാണ്, ലാസ്റ്റ് ഭാഗമാണ് പ്രതല ബലം. ഇവിടുന്ന് പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. പ്രതല ബലം എന്ന് പറഞ്ഞാൽ എന്താ, സർഫേസ് ടെൻഷൻ അല്ലെ. സർഫേസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ദ്രാവകോപരിതലം അതിന്റെ വിസ്തീർണം കുറയ്ക്കാൻ ഉണ്ടാക്കുന്ന ബലത്തെയാണ് പ്രതല ബലം എന്ന് പറയുന്നത്. ഇവിടുന്ന് എപ്പോഴും നമുക്ക് എക്സാമ്പിൾ ആയിട്ടാണ് ചോദ്യങ്ങൾ വരാറുള്ളത്.
അതായത് ജലത്തുള്ളികൾക്ക് ആ ഒരു ഗോളാകൃതി ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കാറുണ്ട്. എന്താ? പ്രതലബലമാണ്. അതായത് അവിടെ എന്താണ്? ദ്രാവകോപരിതലം അതിന്റെ വിസ്തീർണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബലം അവിടെ കൊടുക്കുന്നുണ്ട്. അതിനെയാണ് അതിന്റെ പ്രതലബലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ജലത്തുള്ളികളൊക്കെ എന്താകൃതിയിൽ വരുന്നത്? ഗോളാകൃതിയിൽ വരുന്നത്. അതുപോലെ തന്നെ സോപ്പ് ലായനി എന്ത് ചെയ്യുന്നുണ്ട്? ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആ കാര്യം അവിടെ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ജലത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ്? പ്രതലബലം. ദെൻ ലാസ്റ്റ് വൺ ഗുരുത്വാകർഷണ ബലമാണ്. ഓക്കെ, നമുക്കറിയാം ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ കേന്ദ്രത്തിലോട്ടേക്ക് എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നുണ്ട്. അവിടെ ആ കൊടുക്കുന്ന ഒരു ബലമാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. അവിടെ ഭൂമിയുടെ ഉപരിതലത്തിലാണ് എന്ത് കൂടുതല്? ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പൊ ചോദിക്കാൻ പരീക്ഷയില് ഭൂമിയുടെ എവിടെയാണ് ഗുരുത്വാകർഷണ ബലം കൂടുതലുള്ളത് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ഭൂമിയുടെ ഉപരിതലത്തിലാണ്. ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിലേക്കോ പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്? ഗുരുത്വാകർഷണ ബലം കുറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. അപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിൽ വെക്കുമ്പോഴാണ് എന്ത് കൂടുതല്? ഭൂഗുരുത്വാകർഷണ ബലം കൂടുതലുള്ളത്. അതുപോലെ ഉപരിതലത്തിൽ നിന്ന് മുകളിലോട്ടേക്ക് പോവുകയാണെങ്കിലും അതുപോലെ തന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നുണ്ട്? ഗുരുത്വാകർഷണ ബലം അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ആ കാര്യം കൂടി അവിടെ എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കാട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫിസിക്സിലായിട്ട് പഠിക്കാനുള്ളത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ എടുത്ത് അപ്പൊ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ റിവിഷൻ നടത്തുക. തന്ന കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സാം ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ പഠിച്ച ശേഷം ആ ഒരു എക്സാം എഴുതുക. അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്